മുണ്ടശ്ശേരിയെക്കുറിച്ച് നേരിട്ട് അറിവുള്ള ആളുകളുള്ളത് വളരെ വളരെ പരിമിതമായിരിക്കുന്നതിനാണ് കേട്ടുകളിൽ ധാരാളം എല്ലാവർക്കും ഉണ്ടാവും. ഞാനവർ ഉൾപ്പെട്ടൊരാളാണ്. ധാരാളമായി മുണ്ടശ്ശേരിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ പ്രഭാഷണ വൈദഗ്ധ്യത്തെക്കുറിച്ചായാലും മറ്റ് തരത്തിലുള്ള ഇസ്ലാമികളെക്കുറിച്ചൊക്കെയുള്ള എൻ്റെ അറിവ് പൂർണ്ണമായിട്ടും പ്രൊഫസർ വി അരവിന്ദാസൻ വീട്ടിലാണ്. അരവിന്ദാസൻ മാഷ് നിങ്ങൾക്കറിയാം, മുണ്ടശ്ശേരി മാഷിൻ്റെ വളരെ പ്രിയപ്പെട്ട ഒരു ശിഷ്യനെ പോലൊരാണ്. മാഷിൽ നിന്നാണ്, മുണ്ടശ്ശേരി മാഷിൽ നിന്നാണ് അരവിന്ദാസൻ മാഷ് ആ പ്രഭാഷണത്തിൻ്റെതായ വൈഭവം മുഴുവൻ സ്വാംശീകരിച്ചു. കഴുതടച്ച് പറയുക എന്നുള്ള മുണ്ടശ്ശേരി മാഷിൻ്റെ സിദ്ധി പൂർണ്ണമായും ഉൾക്കൊണ്ട ഒരാളാണ് അരവിന്ദാസൻ മാഷ്. മാഷപ്പോഴും മാഷിൻ്റെ സംഭാഷണ വേളയിലൊക്കെ തന്നെ മുണ്ടശ്ശേരി മാഷിനെ ധാരാളം. അരവിന്ദാസൻ മാഷ് പ്രേം ചെയ്യും. രണ്ടുപേരാണല്ലോ മുണ്ടശ്ശേരിയുടെ പ്രധാനപ്പെട്ട രണ്ട് ഭക്ഷണമായിട്ട് അങ്ങനെയൊക്കെ അരവിന്ദാസൻ മാഷ് പറയാൻ കഴിയും. മാഷ് മുണ്ടശ്ശേരിയെ വിശേഷിപ്പിച്ചത് കാലഘട്ടത്തിൻ്റെ തേജസ് എന്നാണ്. ഒരു കാലഘട്ടത്തിൻ്റെ തേജസ് എന്നാണ് മുണ്ടശ്ശേരി. അക്ഷരാർത്ഥത്തിൽ ശരിയായ വളരെ അനർത്ഥമായ ഒരു വിശേഷണമാണ് ഈ കാലഘട്ടത്തിൻ്റെ തേജസ്. അതിനപ്പുറത്തൊരു വിശേഷണം മുണ്ടശ്ശേരി ഉപയോഗിക്കാൻ പറ്റും. ഒരു കാലഘട്ടത്തെ എങ്ങനെയൊക്കെ അദ്ദേഹം പ്രകടിപ്പിച്ചു, എങ്ങനെയൊക്കെ ആ കാലഘട്ടത്തെ സ്വാധീനിച്ചു എന്നതൊക്കെ ചരിത്രത്തിൻ്റെ ഭാഗമാണെന്ന് നമുക്ക് വായിച്ചാൽ അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ വിവരിപ്പിക്കുന്നില്ല. അദ്ദേഹത്തെക്കുറിച്ചുള്ള കുറേയേറെ സ്മരണകൾ യഥാർത്ഥ മുണ്ടശ്ശേരി സ്മരണകളിലെ മുണ്ടശ്ശേരി എന്നത് രണ്ട് ഭാഗങ്ങളായിട്ടാണ് മനസ്സിൽ സമാധാനിച്ചത്. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് മുണ്ടശ്ശേരിയുടെ കുഴിനിരകളിൽ നിന്നും അതോടൊപ്പം തന്നെ മുണ്ടശ്ശേരിയെക്കുറിച്ച് എഴുതിയ കുറേയേറെ പുസ്തകങ്ങൾ എഴുതിയ പുസ്തകത്തിൽ നിന്നുള്ള ചേർത്തുകൊണ്ടാണ് ആദ്യ ഭാഗം. രണ്ടാമത്തേത് മുണ്ടശ്ശേരിയെ കുറിച്ചുള്ള നിരവധി ആളുകളുടെ ഓർമ്മകളാണ്. ഇങ്ങനെ പല പ്രമുഖന്മാരുടെ ഓർമ്മകളാണ്. ഇതെല്ലാം കൂടി ചേർന്നുകൊണ്ട് തീർച്ചയായിട്ടും നമ്മളൊക്കെ വായിച്ചിരിക്കേണ്ട, വീണ്ടും വീണ്ടും വായിക്കേണ്ട ഒരു പുസ്തകമാണ് എന്ന് പറയാൻ താല്പര്യമുണ്ടാകും. ശരിക്കും എത്ര അറിഞ്ഞാലും മതിയാവില്ല, വീണ്ടും വീണ്ടും അറിയാൻ ധാരാളം മാവേലിക്കരച്ചതിൻ്റെ മുണ്ടശ്ശേരിയോടൊപ്പം പുസ്തകമൊക്കെ അത് പലപ്പോഴും നമുക്കറിയാം. മുണ്ടശ്ശേരി മാഷ് വൈകുന്നേരിക്കുമ്പോൾ അച്യുതൻ മാഷ് അവിടെ പോയി അപ്പോഴുള്ള പരസ്പര കിട്ടുന്ന കാര്യങ്ങളാണ് നമുക്കറിയാം. ഇങ്ങനെ നമ്മൾ രണ്ടുപേരും കൂടി ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില അതിൻ്റെതായ അതൊക്കെ ഇതിൽ കാണാം. വളരെ രസകരമായ പുസ്തകങ്ങളാണ്. അതൊക്കെ ഇതിൽ ഫ്രാൻസിസ് സമാഹരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് എന്നൊക്കെ പറയുമ്പോഴും മുണ്ടശ്ശേരിയെ കുറിച്ച് നമുക്കറിയാം. മുണ്ടശ്ശേരിയെ പറ്റി ഒരു സമഗ്രമായ ജീവചരിത്രം മലയാളത്തിൽ കൂടി ഉണ്ടായിട്ടില്ല എന്ന് നമുക്കറിയാം. അതിനെക്കുറിച്ചുള്ള ജീവചരിത്രങ്ങൾ അന്നും മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ടും മുണ്ടശ്ശേരിയെ പോലുള്ള ഒരാൾ എന്തുകൊണ്ട് സമഗ്രമായ ജീവിതത്തിൽ ഉണ്ടായില്ല എന്നുള്ളത് അന്വേഷിക്കേണ്ട കാര്യമാണ്. അല്ലെങ്കിൽ ഞാൻ തോന്നുന്നു എന്നാൽ അത്തരത്തിലുള്ള വളരെ ശ്രദ്ധേയമായ പഠനാനുഗ്രഹമായ വീണ്ടും വീണ്ടും വായിക്കേണ്ട ഒരു പുസ്തകത്തിൻ്റെ പ്രകാശനമാണുള്ളത്. തയ്യാറാക്കിയ മുണ്ടശ്ശേരിയുടെ ഉണ്ട്. അത് ഞാൻ ചിന്തിക്കാൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. എൻ്റെ കടമ ഇത് സ്വാഗതം ചെയ്യുകയാണ്. എനിക്കിവിടെ പ്രയാസമുള്ള നിരവധി ആളുകൾ സ്വാഗതം ചെയ്യാനും ഇവിടെ ഇരിക്കുന്നവരും അല്ലാതെ എല്ലാവരും കൂടി ചേർന്ന് നടത്തുന്ന പരിപാടിയാണ്. അവിടെ പ്രത്യേകിച്ച് എല്ലാം ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തി സ്വാഗതം ചെയ്യുക എന്നുള്ളതൊക്കെ ആവശ്യമില്ല എന്ന് എനിക്കറിയാം. അത് ഞാൻ മുതിർന്നില്ല. എന്നിട്ട് പേരെ ഔപചാരികതയ്ക്ക് വേണ്ടിയെങ്കിലും വിചാരിക്കാൻ പറ്റില്ല എന്നുള്ളത് ഞാൻ പറയാനാണ്. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് നമ്മുടെ തൃശ്ശൂർ MLA ഒക്കെ സുഹൃത്ത് ബാലേന്ദ്രനാണ്. ബാലേന്ദ്രനെ ഞാൻ ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യാം. ഈ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിക്കുന്നത് നമുക്കൊക്കെ സുപരിചിതനായ പ്രിയപ്പെട്ട ഡോക്ടർ തോമസ് ഐസക്കാണ്. അദ്ദേഹം ഇന്നലെ മുതലേ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ വളരെ സ്നേഹത്തോട് സ്വാഗതം ചെയ്യും. ഈ പുസ്തകം ഏറ്റുവാങ്ങുന്നത് ഡോക്ടർ പി ഭാനുമതിയാണ്. കേരള കോളേജിലെ അധ്യാപിക സാന്നിധ്യത്തിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ സ്നേഹത്തോട് സ്വാഗതം ചെയ്യുന്നു. ഈ പുസ്തകങ്ങളെ പരിചയപ്പെടുന്ന ഡോക്ടർ ജിഷ റിസോർത്താണ്. സെന്റ് മേരീസ് കോളേജിലെ മലയാള അധ്യാപിക ടീച്ചറുണ്ട്. ഇവിടെ ഞാൻ സ്വാഗതം ചെയ്യാൻ ഇതിൽ ആശംസകൾ അർപ്പിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജില്ലാ പഞ്ചായത്തിൻ്റെ വി വല്ലഭനുണ്ട്. വല്ലഭനെ സ്വാഗതം ചെയ്യുന്നു. കോർപ്പറേഷന്റെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഗോപകുമാർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. ആരിപ്പട്ടിയിൽ എത്തിയിട്ടില്ല. ലൈബ്രറി കൗൺസിൽ താലൂക്ക് സെക്രട്ടറി രാമേന്ദ്രൻ ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. നീലൻ ഇവിടെയുണ്ട്. നേരത്തെ തന്നെ ജനിച്ചിട്ട് അദ്ദേഹം സ്വാഗതം ചെയ്യുകയാണ്.
സർവദാസ് മാഷ് ഇവിടെ ഉണ്ട്, ഇദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഡബ്ല്യു മാഷുണ്ട്, ഇദ്ദേഹത്തെ സ്വാഗതം ചെയ്യാണ്. ഗോപികൃഷ്ണൻ ഇവിടെ നേരത്തെ എത്തിയിട്ടുണ്ട്, ഗോപികൃഷ്ണനെ സ്വാഗതം ചെയ്യുന്നു. ജോസ് മുണ്ടശ്ശേരി ഇവിടെ ഉണ്ട്, അദ്ദേഹം സംസ്ഥാനം ഇരിക്കുന്നത്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. PS ഇക്ബാൽ ഇവിടെ ഉണ്ട്, അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ ഈ പേര് പറയാത്ത കുറേ ആൾക്കാർ സദസ്സിലുണ്ട് കേട്ടോ. ജനാർദ്ദനമായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്, സുഭദ്രാനന്ദ സെക്രട്ടറി ഇരിക്കുന്നുണ്ട്, പാർട്ടി ഏരിയ സെക്രട്ടറി രവീന്ദ്രൻ കൂടിയുണ്ട്. അങ്ങനെ നിരവധി ആളുകൾ ഈ സദസ്സിലുണ്ട്. എല്ലാവരെയും ഞാൻ നമ്മളെല്ലാവരും കൂടി ചേർന്ന പരിപാടിയാണ്, അതുകൊണ്ട് പ്രത്യേകിച്ച് പരിചയപ്പെടുന്ന സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരെയും പരിപാടി എന്ന് പറയുക എല്ലാവരെയും ഞാൻ ഇതിലേക്ക് സ്വാഗതം ചെയ്യാം. ഒരു കാര്യം മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളൂ. ഈ പുസ്തകം അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ ചില സുഹൃത്തുക്കളെ കൂടി ചേർന്നാണ് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. പുസ്തകത്തിൻ്റെ കുറേ കോപ്പികൾ അച്ചടിച്ചിവിടെ കൊണ്ടുവന്നു. നമുക്കിവിടെ പങ്കെടുക്കുന്ന ആളുകൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഓരോരുത്തരും ചുരുങ്ങിയത് 5 കോപ്പി ചിലവാക്കുക എന്നതാണ്. അത് വാങ്ങുക, മറ്റൊരു സുഹൃത്തുക്കൾ 5 കോപ്പിയിൽ ചിലവാക്കിയിട്ട് അത് വലിയൊരു പ്രവർത്തനമായിരിക്കും. അതാണ് നമുക്ക് ചെയ്യാനുള്ള ഏറ്റവും വലിയൊരു പ്രവർത്തനം എന്നുകൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരും കോപ്പി വാങ്ങണം, ഓരോരുത്തരും കോപ്പി വാങ്ങണം, അതോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കൾ കൂടി കോപ്പി വാങ്ങണം. അത്തരത്തിൽ ഈ പ്രവർത്തനവുമായി സഹകരിക്കണം. അത് വലിയൊരു സാംസ്കാരിക പ്രവർത്തനം കൂടിയാണ് എന്ന് ഞാൻ നിങ്ങൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് എല്ലാവരെയും കൂടി സ്വാഗതം ചെയ്യുന്നുണ്ട്. രാവിലെ ഉണ്ട്, ബോസുണ്ട്, എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ഈ യോഗത്തിന്റെ അധ്യക്ഷനായിട്ട് ഈ ബാലേന്ദ്രൻ. ആദ്യമായി പുസ്തകപരിചയമാണ്. ഡോക്ടർ നിഷ സുഭദ്രാണ് മറ്റ് ഔപചാരികതകൾ എല്ലാം ഒഴിവാക്കിക്കൊണ്ട് നേരിട്ട് നിഷ സുഭദ്രയെ പുസ്തകം പരിചയപ്പെടുത്താൻ മുണ്ടശ്ശേരി മാഷുമായിട്ട് അത്രമേൽ ഹൃദയം കൊണ്ടടുത്ത എനിക്ക് തോന്നുന്നു ഈ വേദിയിൽ ഇരിക്കുന്നവരിൽ അതിനകത്തെ ഏറ്റവും കുറച്ചറിയുന്ന ആൾ ഞാനായിരിക്കും. പ്രായവ്യത്യാസം കാലവ്യത്യാസം ഒക്കെ കൊണ്ട്. പക്ഷേ ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. എന്നെ ഏറ്റവും ആകർഷിച്ച ഒരു ചിത്രം എന്താണെന്ന് വെച്ചാൽ പ്രസംഗവേദിയിൽ അതികായനായ ഒരു മനുഷ്യൻ, ഞാൻ വളരെ കുറിച്ചു കിട്ടിയാണ്. അച്ഛനോടൊപ്പം എല്ലാ പ്രസംഗങ്ങളും ആര് പ്രസംഗിച്ചാലും കക്ഷി രാഷ്ട്രീയ ഭേദങ്ങളെങ്കിൽ ആരുടെ പ്രസംഗവും നല്ല പ്രസംഗങ്ങൾ കേൾക്കാൻ അച്ഛനെ കൊണ്ടുപോകുമായിരുന്നു. അങ്ങനെ ഒരു വേദിയിൽ വെച്ച് അദ്ദേഹം പ്രസംഗിക്കുമ്പോൾ മുണ്ടിങ്ങനെ കുത്തഴിച്ച് പിന്നെയും ഒന്ന് കുടഞ്ഞെടുത്ത് ഞാനിങ്ങനെ വളരെ കൗതുകത്തോടെ നോക്കി എന്താ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എൻ്റെ ഒരു കോൺവെന്റ് വിദ്യാഭ്യാസത്തിൽ അല്ലെങ്കിൽ ഒരു റെസിഡൻഷ്യൽ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ നമുക്ക് അങ്ങനെയൊന്നും സങ്കല്പിക്കാൻ പറ്റാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് എൻ്റെ മുമ്പിൽ ഒരാൾ അതികായനായ ഒരു മനുഷ്യൻ അതിഗംഭീരമായ ശബ്ദം, എന്നെ ഏറ്റവും ആകർഷിച്ചത് ആ ശബ്ദമാണ്. അത് കഴിഞ്ഞ് പ്രസംഗം അങ്ങനെ കേട്ടൊന്നും മനസ്സിലാവുന്നൊന്നുമില്ല. പക്ഷെ ഞാൻ എൻ്റെ മനസ്സിലുള്ള ആദ്യത്തെ ചിത്രം അതാണ്. അല്ലെങ്കിൽ ഇങ്ങനെ മുൻപൊക്കെ കുടഞ്ഞെടുത്ത് പിന്നെ മുറുക്കാൻ വായിട്ടിട്ടുണ്ട്, അതൊന്ന് പോയി തുപ്പിയിട്ട് വന്നിട്ട് എന്നിട്ട് നമ്മൾ പറഞ്ഞു വന്നത് എന്ന് പറഞ്ഞ് പ്രസംഗിക്കുക. അത്രയും നേരം സദസ്സ് മുഴുവൻ നിശബ്ദരായിരിക്കുക. അത്രമേൽ മലയാളിയെ കയ്യിലെടുത്ത ഒരു പ്രസംഗം, ഒരു സംശയവുമില്ല. എൻ്റെ ഹൃദയത്തിൽ പതിഞ്ഞ ആ ശബ്ദമാണ് ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് ഏറ്റവും എന്നെ ഈ വേദിയിൽ സംസാരിക്കാൻ വിളിച്ചപ്പോൾ എനിക്ക് ഏറ്റവും ഉണ്ടായ സന്തോഷത്തിൻ്റെ ഒരു കാരണമാണ് ഏറ്റവും ആദ്യം പറയാനുള്ളത് അതാണ്. പിന്നെ ഞാൻ തൃശ്ശൂരിലേക്ക്
ആദ്യം വരുന്നത്. അതും മുണ്ടശ്ശേരി മാഷുമായിട്ട് ബന്ധപ്പെട്ട ഒന്നാണ്. മാഷ് 10ാം ക്ലാസ്സിലെ വിദ്യാർത്ഥി, മാഷുടെ മരണാനന്തരം 10ാം ക്ലാസ് വിദ്യാർത്ഥികൾക്ക് മലയാളത്തിന് ഏറ്റവും കൂടുതൽ മാർക്ക് സ്റ്റേറ്റിൽ വാങ്ങുന്ന കുട്ടിക്ക് ഒരു അവാർഡുണ്ട്. അത് വാങ്ങുന്നതിനാണ് ആദ്യമായി ഞാൻ തൃശ്ശൂർ വന്നത്. അങ്ങനെ മാഷയുടെ ജീവിതത്തിലേക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കടന്നു വരാറുണ്ട്. മാത്രമല്ല, ഞാനിവിടെ ലിറ്റിൽ ഫ്ലവർ കോളേജിലാണ് ആദ്യമായിട്ട് ഗസ്റ്റ് അധ്യാപികയായിട്ട് ജോയിൻ ചെയ്യുന്നത്. അന്ന് എൻ്റെ അച്ഛൻ ജീവിച്ചിട്ടുണ്ട്. ഒരു ഗവൺമെൻറ് കോളേജിൽ അധ്യാപികയായി ജോലിക്ക് പോകുമ്പോൾ എൻ്റെ അച്ഛൻ തന്ന ആദ്യത്തെ സമ്മാനം പൊഴിഞ്ഞ ഇലകളിലെ ഒരു കോപ്പിയാണ്. ഞാൻ അതിന് മുമ്പ് വായിച്ചിട്ടില്ല, പക്ഷെ ഒരു ധൈര്യത്തിന് ഇത് ഇരുന്നോട്ടെ എന്ന് പറഞ്ഞാണ് ആ പുസ്തകം എനിക്ക് തന്നത്. വീണ്ടും അതെൻ്റെ കയ്യിലേക്ക് മറ്റൊരു രൂപത്തിൽ എത്തുകയായിരുന്നു ഈ മുണ്ടശ്ശേരി സ്മരണയിലൂടെ. അതിൽ ഞാൻ പണ്ട് വരച്ചു വെച്ച കുറേ പോയിന്റ്സ് ഉണ്ട്. അത് നിങ്ങൾക്ക് ഏവർക്കും അറിയാം, ഒരു കോൺവെന്റ് കോളേജിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് മുണ്ടശ്ശേരി മാഷ് ചിലപ്പോഴൊക്കെ ഒന്ന് മറുപടി പറയാറുണ്ട്. ആ മറുപടികളൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ എടുത്ത് വായിക്കാറുണ്ട് ധൈര്യത്തിൽ. അപ്പോൾ മാഷ് ഒരു സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്, ഹരിദാസ് മാഷ് ഓർത്തെടുക്കുന്നുള്ളത്, ഉണ്ണാനുള്ള നേരവും കിടക്കാനൊരു പുരയിടം ഒക്കെ ഉണ്ടാകട്ടെ, എന്നിട്ട് വേണം അതുവരെ ഞാൻ പിടിച്ചു നിന്നു എന്ന് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് വേണം അച്ഛന്മാരുമായിട്ടൊന്ന് പോരാൻ. ചിലപ്പോൾ അത് ഓർമ്മയിലേക്ക് വരാറുണ്ട്. അപ്പോൾ വീണ്ടും ആ പുസ്തകമാണ് കൗമാർ മാഷ് എൻ്റെ കയ്യിലേക്ക് എടുത്തു തരുന്നത്. ഫ്രാൻസിസ് സാർ എഡിറ്റ് ചെയ്ത ഈ പുസ്തകത്തിൻ്റെ സവിശേഷത എന്ന് പറഞ്ഞാൽ ഇത് 2 ഭാഗങ്ങളായിട്ടാണ്. എനിക്ക് തോന്നുന്നു ഇതിലെ മിക്ക ലേഖനങ്ങളും ഒക്കെ നമ്മൾ നേരത്തെ വായിച്ചും കേട്ടുള്ളതാണ്. പക്ഷേ അത് നമ്മൾ ശ്രദ്ധിക്കാതെ പോയതൊക്കെ നമ്മുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടെ കൊണ്ടുവരുന്നു എന്നതാണ് ഈ പുസ്തകത്തിൽ ഏറ്റവും വലിയ സവിശേഷത. ആദ്യ ഭാഗം മുണ്ടശ്ശേരി മാഷിലെ കൊഴിഞ്ഞ ഇലകളിലെ അദ്ദേഹത്തിൻ്റെ തന്നെ സ്മരണകളാണ്, മുണ്ടശ്ശേരി സ്മരണകൾ. രണ്ടാമത്തെ ഭാഗം അദ്ദേഹത്തെ കുറിച്ച് എഴുതപ്പെട്ടതും അദ്ദേഹത്തിന്റെ ചിന്തകളുമായി ബന്ധപ്പെട്ട അക്കാലത്തുണ്ടായ തർക്കങ്ങളും ഒക്കെ ക്രോഡീകരിക്കുന്ന ലേഖനങ്ങളുടെ ഭാഗമാണ്. പല വിദ്യാഭ്യാസ മന്ത്രിമാരിൽ നിന്ന് കടന്നുപോയെങ്കിലും ഇന്നും കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ആരെന്ന് ചോദിച്ചാൽ ഏത് ചെറിയ കുട്ടിയും പറയാൻ ഇഷ്ടപ്പെടുന്ന ഒരു മറുപടിയാണ് മുണ്ടശ്ശേരി മാഷ്. അത്രയും അതിനൊരു കാരണം ഈ കുട്ടികളെ മുഴുവൻ പഠിപ്പിച്ചുണ്ടാക്കുന്ന അധ്യാപകർക്ക് ഒരു നിലയും വിലയും അവരുടെ തൊഴിലിന് സമൂഹത്തിൽ ഒരു സ്ഥാനം, അവർക്ക് സമൂഹത്തോട് എന്തെങ്കിലും ചെയ്യാനുണ്ട് എന്ന ബോധ്യപ്പെടുത്തലും ആദ്യം നൽകാൻ യത്നിച്ച വിദ്യാഭ്യാസ മന്ത്രിയാണ്. അതിൻ്റെ പേരിൽ ഒരു മന്ത്രിസഭ തന്നെ പോയിട്ടുണ്ട്. അത്ര ശക്തമായി ആ വിദ്യാഭ്യാസ വെല്ലുവിളിക്കുന്ന ഒരു മഹാനാണ്. രൂപം കൊണ്ട് മാത്രമല്ല, ആശയങ്ങൾ കൊണ്ടും അതുപോലെ ചിന്ത കൊണ്ടും എവിടെയും ഞാനായിരിക്കാനേ കഴിയൂ. അത് എടുത്തു പറയുന്നുണ്ട്, എനിക്ക് ഞാനായിരിക്കാനല്ലേ കഴിയൂ. എവിടെ ഇരുന്നാലും ഏത് സംഘർഷത്തിൽ എത്തിയാലും തനിക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഏത് സാഹചര്യത്തിൽ അതിന് നേതൃത്വം നൽകി നിൽക്കുമ്പോഴും അദ്ദേഹം പറയും, എനിക്ക് ഞാനായിരിക്കാനേ പറ്റും. അത്രയും ദൃഢമായി പറയുകയും എഴുതുകയും ചെയ്ത ഒരു മനുഷ്യനെ വീണ്ടും വീണ്ടും ഓർക്കുക എന്നത് മലയാളിയുടെ ഏറ്റവും വലിയൊരു കർത്തവ്യം തന്നെയാണ്, പ്രത്യേകിച്ച് അധ്യാപക ലോകത്തിന്. പറയാതിരിക്കാൻ പറയാം, ആ പേരിനെ ഞങ്ങളുടെ മാഗ്ന കാർട്ടയായിട്ടാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതും ഇതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ പിന്നീട് MA മലയാളം പഠിക്കുമ്പോൾ മുണ്ടശ്ശേരി മാഷിലെ നിരൂപകനെ അടുത്തറിയാനുള്ള ശ്രമം ആരംഭിച്ചു. അപ്പം എനിക്ക് അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കേണ്ട കാര്യവും ഉണ്ടായിരുന്നില്ല. MAക്ക് വരുമ്പോഴാണ് ഞാൻ മലയാള സാഹിത്യം പഠിക്കുന്നത്. അപ്പോഴാണ് നിരൂപണ ശാഖ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കുമ്പോൾ രൂപഭദ്രതാവാദം അത്
അന്ന് സമൂഹത്തിൽ ഉണ്ടാക്കിയ പ്രശ്നങ്ങൾ, കോലാഹലങ്ങൾ, മറ്റുള്ളവരുടെ ചിന്തകളുമായിട്ടുള്ള പൊരുത്തക്കേടുകൾ, അതിനെ ആശയപരമായ സത്യസന്ധത വൈദ്യുതി ഭാഷയൊക്കെ എഴുതുന്നുണ്ട്. എന്തെഴുതുന്നു എന്നതല്ല, എങ്ങനെ എഴുതുന്നു. എന്തെഴുതിയാലും അത് എങ്ങനെ എഴുതുന്നു എന്നത് വെച്ചിട്ടാണ് അത് ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്നത്. അതെ, ഒരു ശരിഭാഷ പ്രസംഗം പോലും നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചേരുന്നത് അതുകൊണ്ടാണ്. അദ്ദേഹത്തിന് മാത്രമായ അനനുകരണീയമായ ഒരു ശൈലി. അങ്ങനെ ആ രൂപത്തിന് ബാഹ്യരൂപം വളരെ ശ്രദ്ധേയമായിരിക്കണം, ഭദ്രമായിരിക്കണം. പിന്നീട് ടിഎസ്എ-ന്റെ ഒബ്ജക്റ്റീവ് കോറിലേറ്റീവ് ഒക്കെ പഠിച്ചു വരുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു മറുവശം നമ്മൾ ചിന്തിക്കുന്നത്, ആഴത്തിൽ ചിന്തിക്കുന്നത്. അന്ന് അതിനോട് പൊരുത്തപ്പെടാതിരുന്ന EMSനെ പോലുള്ളവർ പോലും പിന്നീട് അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ലേഖനങ്ങളൊക്കെ ഇവിടെ സമാഹരിച്ചിട്ടുണ്ട്, അതിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ സമാഹരിച്ചിട്ടുണ്ട്. അതാണ് രണ്ടാമത്തെ ഭാഗം. അങ്ങനെ മുണ്ടശ്ശേരി മാഷുമായി ബന്ധപ്പെട്ട പല ചിന്തകളും, പൊരുത്തക്കേടുകളുള്ള നമ്മുടെ വീക്ഷണവുമായി ചേരാതെ നിൽക്കുന്ന ചിന്തകളും ചേർന്ന് പോകുന്നതും ഇനിയും കൂടുതൽ ചിന്തിക്കേണ്ടതുമായ പല വിഷയങ്ങളും മുണ്ടശ്ശേരി മാഷ് അന്ന് അവതരിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങൾ ഓരോന്നും അതിന് അനുകൂലമായ ലേഖനങ്ങൾ തിരഞ്ഞെടുത്ത് ഇതിൽ ചേർത്തിരിക്കുന്നു എന്നതാണ് ഫ്രാൻസിസ് സാറ് ചെയ്തതെന്ന് ഏറ്റവും വലിയ ഒരു കാര്യം. കാപ്പായി മാഷ് ഓർമ്മിപ്പിച്ചതുപോലെ ഒരു ആത്മകഥ ഒരു ജീവചരിത്രം, സമഗ്രമായ ഒരു ജീവചരിത്രം എഴുതപ്പെട്ടിട്ടില്ല. അതിന്റെ കുറവ് പൂർണ്ണമായി പരിഹരിക്കുന്നതൊന്നും അല്ല ഈ കൃതിയെങ്കിലും ആ കാലഘട്ടത്തെ വീണ്ടും 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 ഓർമ്മിപ്പിക്കുകയും വിദ്യാഭ്യാസ രംഗത്തും അതുപോലെ സാമൂഹിക പരിഷ്കരണ രംഗങ്ങളിലെല്ലാം തന്നെ സ്വതസിദ്ധമായ ചിന്ത അദ്ദേഹം അവതരിപ്പിച്ചിരുന്നു എന്നും അതിന് തുടർച്ച ഇന്ന് വളരെ സജീവമായി നടക്കുന്നു സമൂഹത്തിലെന്നും. നമുക്ക് ഇടയ്ക്കൊക്കെ നമ്മൾ അദ്ദേഹത്തെ മറന്നുപോയാലും പിന്നെയും എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ മുണ്ടശ്ശേരി മാഷ് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പറയാൻ മാത്രം അദ്ദേഹം ചിന്തിച്ചിട്ടുണ്ട് ഓരോ വിഷയത്തിലും. യേശുവും ഭാഷയും ഒക്കെ മലയാളം ഒന്നാം ഭാഷയായി പഠിക്കണോ വേണ്ടയോ എന്ന് നമുക്കറിയാം. സ്കൂൾ തലത്തിൽ അക്ഷരമാല പോലും പഠിപ്പിക്കുന്നില്ലാത്ത കാലം. അദ്ദേഹം ഫിസിക്സ് അധ്യാപകനായിട്ടാണ് സെന്റ് തോമസ് കോളേജിൽ ജീവിതത്തിൽ തൻ്റെ ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത്. ഡെമോൺസ്ട്രേറ്റർ എന്ന പഴയ അധ്യാപക പദവി. അങ്ങനെ ജീവിച്ചിട്ടാണ് സാഹിത്യത്തെ സ്നേഹിച്ച് അതിലേക്ക് പോയത്. അക്കാര്യത്തിലും എനിക്കൊരു പ്രിയത്വമുണ്ട്. ഫിസിക്സ് തന്നെ ആയിരുന്നു ഞാൻ. BSc ഫിസിക്സിന് ശേഷം ഇത് മാറുമ്പോൾ അന്ന് എൻ്റെ അടുത്ത് അച്ഛൻ പറഞ്ഞ, എൻ്റെ ഫാദർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. ഫിസിക്സ് എടുത്തവർക്കൊക്കെ മലയാളം നന്നായി മനസ്സിലാവും. നീ നോക്കൂ മുണ്ടശ്ശേരി മാഷ് പോയിരിക്കുന്നത്. അങ്ങനെ കുറേ ഉദാഹരണങ്ങളുണ്ട് നമുക്ക്. ഫിസിക്സ് സുരഭിയുടെ അർത്ഥം എനിക്ക് സീനിയർ ആയിരുന്നു. അപ്പം അങ്ങനെയുള്ള കുറച്ച് പേരുടെ പേരുകളൊക്കെ അന്ന് പറഞ്ഞിട്ട് ധൈര്യമായി എടുത്തോളൂ. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്കാണെങ്കിൽ അത് മലയാളം അത്ര അധികം അന്ന് വഴങ്ങുമായിരുന്നില്ല. കാരണം ചെറുപ്പം മുതലേ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ പഠിച്ചതുകൊണ്ടാവാം, അതിൻ്റെ ഒരു സാഹചര്യത്തിൽ ഇഷ്ടപ്പെടാൻ പുസ്തകങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ച് വളർന്നതുകൊണ്ടാവാം. പക്ഷെ പഠിച്ചു തുടങ്ങിയപ്പോൾ അതൊരു വെല്ലുവിളിയായി ഏറ്റെടുക്കാൻ കഴിഞ്ഞത് ഈ ഇവരുടെ കൃതികൾ. ഇപ്പം കുമാരനാശാനെ കുറിച്ച് എഴുതിയ കൃതിയിലൂടെ നമ്മൾ കടന്നു പോകുന്നു, മുണ്ടശ്ശേരി എഴുതിയ കൃതിയിലൂടെ കടന്നു പോകുന്നു, അല്ലെങ്കിൽ അന്തരീക്ഷം എന്ന ആ ഒരു പുസ്തകത്തിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ കാലത്ത് ഈ മഹാകവികൾ എന്ത് ചെയ്തു എന്ന് വളരെ ലളിതമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നു. അതിൻ്റെ മുഴുവൻ ആഴങ്ങളിലൊന്നുമല്ല, എങ്കിൽ പോലും അതിൻ്റെ സാമൂഹിക പ്രസക്തി, അത്തരം കൃതികളുടെയൊക്കെ അതിൻ്റെ മാറ്റം നമ്മളിൽ തന്നെ രൂപപ്പെടുത്തിയിരുന്നു. അങ്ങനെ പിന്നീടാണ് അറിയുന്ന മാരാരുമായിട്ടുള്ള വ്യത്യാസങ്ങൾ, കത്തുകൾക്ക് അതിലേക്ക് എത്തുകയാണ്. രണ്ടുപേരും രണ്ട് ധ്രുവത്തിലാണ് നിൽക്കുന്നതെന്ന്, ഒരുമിച്ച് ജീവിച്ചാലും ഒരേ കാലഘട്ടത്തിൽ ജീവിച്ചാലും രണ്ട് ധ്രുവത്തിലാണ്, ആശയപരമായി പോലും രണ്ട് ധ്രുവത്തിലാണ്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ചിന്തയിലെങ്കിലും മാരാരെ കുറേ നമ്മളിൽ നിന്ന് അകന്നു. അതിന് മാത്രമല്ല, അതിന് കാരണം എന്താ വെച്ചാൽ അദ്ദേഹം നിരൂപണം നടത്തിയിരിക്കുന്ന കൃതികൾ ശ്രദ്ധിക്കുമ്പോഴാണ് അതെല്ലാം സംസ്കൃത കൃതികളാണ്. വളരെ അപൂർവം ഒന്നോ രണ്ടോ മലയാള കൃതികളെ കുറിച്ച് മാരാർ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ.
അതും ഭർതൃഘാതകിയായ ലീല എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാളൊക്കെ എത്ര ആഴത്തിലാണ് മുണ്ടശ്ശേരിയുടെ പഠനം അന്ന് നിർവഹിക്കപ്പെട്ടതെന്ന് പെട്ടെന്ന് നമുക്ക് ഓർമ്മ വരും. അതെ, ആ മുണ്ടശ്ശേരി മാഷിന്റെ മഹാപ്രഭാവത്തെ, അദ്ദേഹത്തിന്റെ ദീർഘവീക്ഷണത്തെ സൂചിപ്പിക്കുന്ന തെരഞ്ഞെടുത്ത ലേഖനങ്ങൾ എനിക്ക് തോന്നുന്നു എല്ലാവരും ഒരിക്കൽ കൂടെ അതിലൂടെ കടന്നു ഓടിക്കേണ്ടതാണ്. കാരണം വിദ്യാഭ്യാസ രംഗം ഇന്നും പരിഷ്കരണങ്ങളുടെ ഒരു തുറന്ന വാതിലായിട്ട് തന്നെ തീരണം. ഇന്നും ഒന്നും ആയിട്ടില്ല നമ്മുടെ വിദ്യാഭ്യാസ രംഗം. പാശ്ചാത്യ വിദ്യാഭ്യാസ മേഖലകളെ നമ്മൾ പരിചയപ്പെടുമ്പോഴാണ് നമ്മൾ എത്ര പുറകിലാണ് നിൽക്കുന്നതെന്ന്. അക്കാലഘട്ടത്തില് മുണ്ടശ്ശേരി മാഷൊക്കെ പറഞ്ഞു വെച്ചത് ഒന്നും തന്നെ ഒന്നും നടപ്പാക്കിയിട്ടില്ല എന്ന് തിരിച്ചറിവ് പെട്ടെന്ന് നമുക്ക് ഓർമ്മയിലേക്ക് വരികയാണ്. അപ്പൊ അന്ന് അതിനെക്കുറിച്ചുണ്ടായ ചർച്ചകൾ അരവിന്ദാശ്രമ ആശയും അതുപോലെ തന്നെ EMSന്റെയും ഒക്കെ ലേഖനങ്ങൾ വീണ്ടും വീണ്ടും വായിക്കാൻ പ്രേരിപ്പിക്കുന്നതാണ് വൈദ്യുതിമാഷയും ഒക്കെ. അതിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈ മനുഷ്യന്റെ മുണ്ടശ്ശേരി എന്ന ആ വലിയ മനുഷ്യന്റെ 2 വർഷങ്ങൾ നമ്മൾ അറിയുകയാണ്. എനിക്കതിൽ ഞാൻ ശ്രദ്ധിച്ചൊരു ഭാഗമുണ്ട്. ഈ ഉള്ളൂരിനെ എന്നും കുറ്റപ്പെടുത്തിയിരുന്ന ഒരു ആളാണ് മുണ്ടശ്ശേരി മാഷ്. അതിലെനിക്ക് അഭിപ്രായ വ്യത്യാസവുമുണ്ട്. കാരണം ഞാൻ ഉള്ളൂരിനെ ഇഷ്ടപ്പെടുന്ന ഒരു, ശരിക്കും പറഞ്ഞാൽ ഉള്ളൂരിനെ പലപ്പോഴും ആരാധനയോടെ തന്നെ കാണുന്ന ഒരു വായനക്കാരിയാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. കാരണം മുണ്ടശ്ശേരി മാഷിന് കൊടുത്ത മറുപടിയിൽ ആ മടിയാതെ നമ്മൾ നിലത്തെഴുത്ത് സാധിക്കും, പിന്മുറക്കാർ നിലത്തെഴുത്ത് നടക്കുമെന്ന് ഉള്ളൂർ എഴുതി വെച്ച് പോയത് ചിലപ്പോൾ ശരിയാണ്. പിന്നീട് കാലങ്ങൾക്ക് ശേഷം മുണ്ടശ്ശേരി മാഷോട് എനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ അച്ഛൻ ചോദിക്കുന്നത് എന്താണ് അങ്ങനെ എഴുതിയത്, ഉള്ളൂർ ഒരു വലിയ കവിയാണല്ലോ, എന്തിനാണ് മാഷ അങ്ങനെ എഴുതിയത് എന്ന് ചോദിക്കുമ്പോൾ ഒന്നുമില്ലാതെ ചിരിച്ചുകൊണ്ട് അങ്ങ് നീങ്ങി പോവുകയാണ് ഉണ്ടായത്. അത് മറുപടി പറഞ്ഞില്ല തൻ്റെ അവസാന കാലത്ത്. എനിക്ക് തോന്നുന്നു അതുകൊണ്ടാവാം ഇതിൽ തിരഞ്ഞെടുത്ത ലേഖനങ്ങളിലൊക്കെ തന്നെ ഉള്ളൂർ വിമർശനത്തിൻ്റെ ശക്തമായ ആ ധ്വനി വരാതിരിക്കാനും ഫ്രാൻസാരെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിന് വളരെ കരുതലുള്ള ഒരു നടപടിയായിട്ടാണ് തോന്നിയത്. കാരണം കാലങ്ങൾക്ക് ശേഷം ഉള്ളൂരിനെ ഉൾക്കൊള്ളുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നു എന്ന് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ 3 കവികൾ തമ്മിലുള്ള താരതമ്യം, അതുപോലെ തന്നെ ചങ്ങമ്പുഴയെക്കുറിച്ച് മധുരനാരായണനെ പോലെ കുറ്റെടുക്കുന്ന ഒരു കൃതി പെട്ടെന്ന് അങ്ങനെ സ്വീകരിക്കപ്പെടുകയാണ്. അതിന് മുമ്പ് മുണ്ടശ്ശേരി മാഷ് അതിനെ എതിർത്തതാണ്. ക്ലാസ്സിൽ പഠിപ്പിക്കുമ്പോഴും അതേ ചങ്ങമ്പുഴയെ ഒട്ടും ഇഷ്ടമല്ലാത്ത രീതിയിൽ കാൽപ്പനികനായ ചങ്ങമ്പുഴയെ എതിർത്തിരുന്ന മുണ്ടശ്ശേരി പക്ഷേ ക്രമേണ രമണനെ ഏറ്റെടുക്കുകയും എനിക്ക് തോന്നുന്നു ചങ്ങമ്പുഴ മധുരമായ ഒരു പ്രതികാരം ചെയ്തതാവാം. അതിൻ്റെ അവതാരിക മുണ്ടശ്ശേരി മാഷയെ കൊണ്ടാണ് എഴുതിച്ചത്. അപ്പോൾ അതിൽ മധുരനാരായണനെ പോലെ വിറ്റെടുത്തിരുന്ന ആ പുസ്തകത്തെ കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹം അതിൻ്റെ സാമൂഹിക തലം സൂക്ഷ്മമായി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആ കാലഘട്ടത്തെ അടയാളപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ തനിക്ക് ബോധിച്ചത് മാത്രം പറഞ്ഞ് കടന്നുപോയാൽ, തനിക്ക് ബോധിക്കാത്ത ഒരു മാഷോട് ചോദിക്കുന്നുണ്ട് പ്രസംഗങ്ങൾ കഴിഞ്ഞ് ഇനി വണ്ടി കയറുകയല്ലേ എറണാകുളത്തേക്ക്, അത്ര ദേഷ്യത്തെ പോലെ സംസാരിക്കാൻ പഠിക്കാത്ത ഒരു പച്ചയായ മനുഷ്യനെ നമുക്ക് ഇതിനകത്ത് കാണാൻ കഴിയും. വീണ്ടും നമ്മുടെ ഓർമ്മയിലേക്ക്, ചിന്തയിലേക്ക്, ഇന്നും സമൂഹത്തിൻ്റെ എല്ലാ തലങ്ങളിലേക്കും മുണ്ടശ്ശേരി മാഷ് അധികായനായി നിൽക്കുന്നു എന്ന് ഓർമ്മപ്പെടുത്തുന്ന ഈ പുസ്തകം നമുക്ക് വേണ്ടി ഒരുക്കി തന്ന ഫ്രാൻസിസ് പള്ളീസാറിന് തിരിച്ചും നന്ദി രേഖപ്പെടുത്താൻ ഞാൻ. കാരണം എല്ലാ വൈഷമ്യങ്ങൾക്കും ഇടയിൽ ഇതുപോലൊരു പുസ്തകം എഡിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു തോന്നൽ, തൻ്റെ കുടുംബത്തിലെ തന്നെ ഒരു അധികാരിനെ ലോകം വേണ്ടവണ്ണം ശ്രദ്ധിക്കുന്നില്ല എന്ന തോന്നലിലായിരിക്കാം, അല്ലെങ്കിൽ എന്നും ശ്രദ്ധിക്കേണ്ട, എപ്പോഴും നമ്മുടെ മുമ്പിൽ അങ്ങനെ ഉയർന്ന ഗോപുരം പോലെ നിൽക്കുന്ന കാലഘട്ടത്തിൻ്റെ തേജസ്സായിട്ട് നിൽക്കുന്ന ആ മനുഷ്യൻ വീണ്ടും വീണ്ടും വായനയിലേക്ക് വരണം എന്ന ചിന്ത കൊണ്ടാവാൻ സാറിന് അവതരിപ്പിച്ചിരിക്കുന്നത്. ഇത് നിങ്ങളുടെ എവരുടെയും മുമ്പിൽ വളരെ സന്തോഷത്തോടെ മുണ്ടശ്ശേരി മാഷിനെ ആ സ്മരണയും ഇത് ഇങ്ങനെ നമുക്ക് പറയാനുള്ള ഒരു അവസരം എനിക്ക് തന്നതിലുള്ള സന്തോഷവും അത് കൃത്യമായിട്ട് ഈ പുസ്തകം നിങ്ങളിലേക്ക് എത്തിച്ച ഫ്രാൻസിസ് സാറിൻ്റെ ഒരു പരിശ്രമവും അദ്ദേഹം അതിൽ കാണിച്ച ഒരു വിധേയത്വം, ശരിക്കും അതെ ആ കാലത്തിനോട് അല്ലെങ്കിൽ ചിന്തകളോടുള്ള ഒരു വിധേയത്വം അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അതുകൊണ്ടാണ് അത് തിരഞ്ഞെടുക്കുന്നത് വളരെ സൂക്ഷിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു തിരഞ്ഞെടുപ്പ് ഈ പുസ്തകത്തിൽ നിർവഹിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ഏവരുടെയും മുമ്പിൽ ഇത് സമർപ്പിക്കുന്നു.
12 പേരുണ്ട് സംസാരിക്കുന്നത്. ഇത് മാത്രമല്ല പുസ്തകം സ്റ്റേറ്റ് പരിചയപ്പെടുത്തുക, പിന്നെ ശരീരത്തെക്കുറിച്ചുള്ള ഓർമ്മ നല്ലപോലെ പച്ച പിടിച്ച് നിൽക്കുന്നവരാണ് സദസ്സിലുള്ളവരെല്ലാവരും. അതുകൊണ്ട് ഈ സദസ്സിൽ ദീർഘമായി ശരീരത്തെക്കുറിച്ച് സംസാരിക്കേണ്ടതില്ല. എനിക്ക് പുസ്തകം ഫ്രാൻസിസിൻ്റെ കടന്നുകാലത്തും പിന്നെ തനിച്ച് പുസ്തകക്കട നടത്തുന്ന സമയത്ത് കടം കിട്ടിയിരുന്ന ഒരു പുസ്തകക്കാരായിരുന്നു. ഫ്രാൻസിസുമായിട്ട് തമിഴ്നാട്ടിലേക്ക് അടുക്കുന്നത് അങ്ങനെയാണ്. ഇങ്ങനെയൊരു പുസ്തകം, അതിൻ്റെ കാലിക പ്രസക്തി, അതിനെക്കുറിച്ചൊക്കെ പുസ്തക പരിചയത്തിൽ ഇവിടെ പരാമർശിച്ചു. ജീവൻ സാഹിത്യ സംഘത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടത്തിലാണ് സാഹിത്യത്തിലെ ആദർശാത്മക പ്രസ്ഥാനം എന്ന് വിശേഷിപ്പിക്കാവുന്ന രീതിയിലുള്ള ചർച്ചകൾ മലയാളത്തിൽ ഉയർന്നുവരുന്നത്. പ്രഗത്ഭരാണ് രണ്ട് ഭാഗത്തും അണിനിരുന്നത്. അതിൽ തലയെടുപ്പുള്ള ഒരാളായിരുന്നു ഡോക്ടർ ജോസഫ് മുണ്ടശ്ശേരി. മാറ്റവിയും കരിന്തിരിയും മാനദണ്ഡവും അന്തരീക്ഷവും അങ്ങനെ ഒരുപാട് സ്ഥിതികൾ. ഇതിലൊക്കെ ശക്തമായ വാദപ്രതിവാദങ്ങൾ. ആ വാദപ്രതിവാദങ്ങളിൽപ്പെട്ട് ഏത് പക്ഷത്ത് നിൽക്കണമെന്നറിയാതെ ഒരു പക്ഷം സ്വീകരിക്കേണ്ടതിൻ്റെ ആവശ്യം വരുന്ന വായനക്കാർ. അത്തരം വായനക്കാരെ സൃഷ്ടിക്കുന്ന ഒരു ജീവൻ സാഹിത്യ പ്രസ്ഥാനത്തിൻ്റെ ഉന്നതിക്ക് ശേഷമുള്ള ഒരു കാലഘട്ടത്തെയാണ് മുണ്ടശ്ശേരി മാഷ് പ്രതിനിധാനം ചെയ്യുന്നത്. മാഷിന്റെ പ്രത്യേകതകളെക്കുറിച്ച് ഇവിടെ പരാമർശിച്ചു. തികഞ്ഞ രൂപഭദ്രതാവാദത്തിൻ്റെയും അതുപോലെ വാദപ്രതിവാദങ്ങളുടെയും സംവാദങ്ങളുടെയുമായ ഒരു സാഹിത്യ കല വന്ന് വെട്ടിത്തുറക്കുന്നത് നിർണായകത്വം വഹിച്ചു എന്നത് മാത്രമല്ല, ആദർശപ്രചോദിതമായ ഒരു കാലഘട്ടത്തെ എങ്ങനെ കർമ്മപഥത്തിൽ യാഥാർത്ഥ്യമാക്കാം എന്ന് കൂടി ശ്രമിച്ച ഒരാളാണ് മുണ്ടശ്ശേരി മാഷ്. അദ്ദേഹം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയായപ്പോൾ അവതരിപ്പിച്ച വിദ്യാഭ്യാസ ബിൽ കേരളത്തിലെ സാമൂഹിക രംഗത്തുണ്ടാക്കിയ കനത്ത പ്രത്യാഘാതം ഇന്ന് വിദ്യാഭ്യാസ ബില്ലിനെ അനുകൂലിക്കുന്നവരും അത് കേരളത്തെ മാറ്റാൻ ഉപകരിച്ചു എന്ന് പറയുന്നവരൊക്കെ ആ കാലഘട്ടത്തിൽ തള്ളിപ്പറയുന്നവരുടെ കൂട്ടത്തിലുണ്ടായിരുന്നവർ ചിലരാണ്. ഞാൻ സൂചിപ്പിച്ചത് സാഹിത്യത്തിൽ വേറിട്ട് നടന്നു എന്നത് മാത്രമല്ല, കർമ്മ രംഗത്ത് തനിക്ക് കിട്ടിയ അവസരം ഫലപ്രദമായി ഉപയോഗപ്പെടുത്താൻ അദ്ദേഹം പരിശ്രമിച്ചു എന്നുള്ളത് കൂടിയാണ്. സാഹിത്യരംഗത്തെ രൂപഭദ്രതാവാദത്തിലേക്ക് അദ്ദേഹം കടക്കുന്ന കാലഘട്ടത്തിൽ ചെങ്ങമ്പുഴ ഉൾപ്പെടെയുള്ളവർ റൊമാൻറ്റിക് കാലഘട്ടത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ വിമർശനങ്ങളെ ഏറ്റുവാങ്ങുന്ന ഒരു കാലഘട്ടമാണ്. അന്ന് എഴുത്തിൻ്റെ വരേണ്യ മാർഗങ്ങളിലൂടെ സഞ്ചരിച്ചിരുന്ന, എഴുത്തിന് നിയതമായ ചിട്ടയും വട്ടവും ഒക്കെ കൽപ്പിച്ചെഴുതിയിരുന്ന കുറേ പേരുണ്ടായിരുന്നു. അവരുടെ ഏതോ കയ്യിലായിരുന്നു സാഹിത്യം എന്ന് പറയുന്ന മലയാളത്തെ ആകെ നവീകരിക്കാൻ ഞങ്ങളാണ് എന്ന് പറഞ്ഞ് കൃത്യമായി സമയവും കൃത്യമായി ചിട്ടയുമൊക്കെ വെച്ച് എഴുതിയിരുന്ന കുറേ എഴുത്തുകാർ. അത് ഒരുപക്ഷെ അവരുടെ കാലം ചെങ്ങമ്പുഴയുടെ കാലത്തോടെ ചോദ്യം ചെയ്യപ്പെടുന്നത് എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുണ്ടശ്ശേരി മാഷത്തോടുള്ള നിരൂപകത്തിലുള്ള ഒരു വലിയ മാറ്റം അദ്ദേഹത്തിൻ്റെ ചിന്തയും സാഹിത്യത്തെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും കൊണ്ടുവരുന്നത്. പിന്നീട് EMS പോലുള്ളവർ തുടർന്ന് പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ ഭാരവാഹികൾ എഴുതുന്നത് സാഹിത്യരംഗത്ത് നാം സ്വീകരിച്ചിട്ടുള്ള വിമർശനാത്മക സമീപനം തിരുത്തുവാൻ സമയമായിരിക്കുന്നു. സാഹിത്യരംഗത്ത് നാം സ്വീകരിച്ചിട്ടുള്ള വിമർശനാത്മകമായ സമീപനം തിരുത്തുവാൻ സമയമായിരിക്കുന്നു എന്ന് EMS പോലുള്ള താത്വികമായി അത് വിശകലനം ചെയ്തുകൊണ്ട് എഴുതിയ ഒരാൾ
എന്തുകൊണ്ടാണ് അങ്ങനെ വിചാരിക്കേണ്ടതിൻ്റെ ആവശ്യം എന്നുള്ളത് കൂടി ഊന്നി പറയുന്നു. കലകളെ ആഭിജാത കലകളെന്നും മധ്യവർഗ കലകളെന്നും താഴ്ചത്തട്ടിലെ കലകളെന്നും വേർതിരിക്കുന്ന കാര്യത്തിൽ നിഷ്ണാതമായ ബുദ്ധി നമ്മുടെ നിരൂപക വർഗം ഉപയോഗിച്ചിട്ടുണ്ട് എങ്കിലും അതിനിടയിലുള്ള ഋജുവായ ഒരു പരസ്പര ബന്ധത്തിൻ്റെ രേഖ കണ്ടെത്താനായി കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഋജുവായ ഒരു രേഖ കൊണ്ട് ബന്ധിതമാണിത്. ഇത് മനസ്സിലാക്കാൻ നിരൂപകവർഗം പുരോഗമനകാരികളായ നിരൂപകർക്ക് പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള ആത്മവിമർശനം നടത്തിക്കൊണ്ടാണ് EMS അതിന് തുനിയുന്നത്. OV വിജയനെ പോലുള്ള എഴുത്തുകാരൻ, അതുപോലെ തന്നെയുള്ള അന്നത്തെ ഉത്തരാധുനികരെന്നും സമൂഹ ബന്ധമില്ലാതെ രചനകൾ നടത്തുന്ന എക്സെൻഷ്യലിസ്റ്റ് അസ്തിത്വവാദത്തിൻ്റെ ചിന്തകൾ സമൂഹത്തിൽ പ്രചരിപ്പിക്കുന്നവരെന്നുമൊക്കെ പറഞ്ഞ് അകച്ചു നിർത്തിയിരുന്ന എഴുത്തുകാരെ വിലയിരുത്തുന്നതിൽ കാലഘട്ടത്തിന് തെറ്റുപറ്റിയിട്ടുണ്ട് എന്നുള്ള ചിന്ത EMSലേക്ക് പ്രസരിപ്പിക്കുന്നത് ഒരുപക്ഷെ അതിൻ്റെ തുടക്കക്കാരിൽ ഇങ്ങേയറ്റത്ത് പ്രൊഫസർ ജോസഫ് ഉമ്മശ്ശേരിയുണ്ട്. ഒരു യാഥാസ്ഥിതികമായ നിരൂപണ സംവിധാനത്തെ ആകെ മാറ്റിമറിക്കാനും മാർക്സിയൻ ടെർമിനോളജി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വിലയിരുത്തലുകളിൽ ഇങ്ങനെയല്ല ഇതിനെ നോക്കിക്കാണേണ്ടത് എന്ന് ഊന്നിപ്പറയാനും ആധുനിക കാലഘട്ടത്തിൽ കഴിയണമെങ്കിൽ അതിന് ഉള്ള അടിത്തറയായി, ഭൗതിക അടിത്തറയായി, ദിഷ്ണാപരമായ അടിത്തറയായി, നൈതികമായ അടിത്തറയായി വർദ്ധിച്ചത് ജോസഫ് മുണ്ടശ്ശേരിയെ പോലുള്ളവരുടെ നിരൂപണ ചിന്തയാണ്. ആ ചിന്തയിൽ നിന്നാണ് പിന്നീട് പുരോഗമന കലാസാഹിത്യ സംഘവും ഞാൻ പൊതുവിൽ അന്നത്തെ കേരളീയ സമൂഹത്തിൽ ഉണ്ടായിരുന്ന ഉത്തരാധുനിക സാഹിത്യത്തിന് നേരെ ഉണ്ടായിരുന്ന എതിർപ്പുകളെ, കല്ലേറുകളെ, അവഗണനകളെ അത് ആ രീതിയിലല്ല സമീപിക്കേണ്ടത്, മറിച്ചൊരു രീതിയിലാണ് അതിലും സാഹിത്യ സമൂഹത്തിന് ഉത്തമമായ സാഹിത്യത്തിൻ്റെ അംശമുണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു സമീപനത്തിലേക്ക് ആധുനികതയെ കൊണ്ടുവന്നത് ഈ ഒരു സന്ദർഭത്തിലാണ്. അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഫ്രാൻസിസ് ഇവിടെ ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ചിതറി നിന്നിരുന്ന ആ ജോസഫ് മുണ്ടശ്ശേരിയുടെ പല പുസ്തകങ്ങളിലായി ഉണ്ടായിരുന്ന ചിന്തകളെ ക്രോഡീകരിച്ച് ഒരു പുസ്തകത്തിലേക്ക് ആക്കുകയും അത് ഏകദേശം ആരാണ് മുണ്ടശ്ശേരി എന്ന് അടുത്ത തലമുറയ്ക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ ഇവിടെ ഗൗരവമായി പറഞ്ഞതുപോലെ ഒരു സമഗ്രമായ ജീവചരിത്ര ഗ്രന്ഥം ഒരുപക്ഷെ ജോസഫ് മുണ്ടശ്ശേരിയുടെ ഉണ്ടാവുകയാണെങ്കിൽ അത് കേരളത്തിൻ്റെ ഇങ്ങേയറ്റം വരെയുള്ള ചരിത്രമായി രൂപാന്തരപ്പെടാൻ ഇടയുണ്ട് എന്നുള്ളത് കൊണ്ട് അതിനു കൂടി സാധ്യതയുണ്ട്. അത് സമഗ്രമായ ഒരു സാധ്യത കൂടിയാണ്. പുരോഗമന പ്രസ്ഥാനത്തിന് അനിവാര്യമായി പിടിച്ചുകൂടാനാവാത്ത ഒന്നാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അടുത്തതായി ഈ പുസ്തകത്തിൻ്റെ പ്രകാശന കർമ്മം നിർവഹിക്കുന്നതിന് വേണ്ടി വളരെ നേരത്തെ തന്നെ ഇവിടെ എത്തിച്ചേരുന്ന നമുക്കെല്ലാവർക്കും പ്രിയപ്പെട്ട കേരളത്തിൻ്റെ ആദരണീയനായ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് അവர்களാണ്. അദ്ദേഹത്തോട് മാധ്യമം നിർവഹിക്കുന്നതിന് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ സംസാരിക്കുന്നു. बहमत अध्यक्ष श्री पी भारत डॉक्टर पी भानुमതി ഇവിടെ സഭാപതി പങ്കെടുക്കുന്ന മറ്റ് ബഹുമാന്യരെ, പ്രിയമുള്ള സുഹൃത്തുക്കൾ, ഫ്രാൻസിസിനെ പരിചയപ്പെട്ടാൽ തീയതിയോ സന്ദർഭമോ ഒന്നുമില്ല. പക്ഷേ KGSനെ കാണാനായിട്ട് ഗവൺമെന്റ് ആർട്സ്
ആർട്സ് കോളേജിൽ ചേർന്ന ഒരു സന്ദർഭത്തിലാണ്. കാരണം അക്കാലത്ത് തൃശ്ശൂർ വന്നാല് നിങ്ങൾ കോളേജിൽ പോയി KGS കാണുന്നുണ്ടെങ്കിൽ ആ കുളത്തിനടുത്തുള്ള പച്ചപ്പുറത്ത് പോയിട്ട് കണ്ടിട്ട് പോകാറുള്ളൂ. അങ്ങനെയുള്ള സന്ദർഭത്തിലാണ് കോളേജിലെ മറ്റ് SFI പ്രവർത്തകരോടൊപ്പം ഫ്രാൻസിസിനെ പരിചയപ്പെടുന്നു. ഫ്രാൻസിസ് SFIയുടെ ജില്ലാതല പ്രവർത്തനങ്ങളിൽ നിന്നും വ്യാപകമല്ല, പക്ഷെ കോളേജിൽ വളരെ സജീവമാണ്. അതിൻ്റെ ഒരു പ്രവർത്തനത്തിന് പ്രത്യേകതയുണ്ടായി. ഒരു സാധാരണഗതിയിലുള്ള വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തനത്തിൽ നിന്ന് അപ്പുറത്തേക്ക് വിപ്ലവ സാഹിത്യം, ദർശനം, ചിന്ത ഇതിലൊക്കെ തൽപരരായിട്ടുള്ള കുട്ടികളുടെ ഒരു കൂട്ടമുണ്ടായി. അതുകൊണ്ട് കൂടിയാണ് ഞാൻ ആ കോളേജിൽ ഇടക്കിടക്ക് പോകാറ്. പിന്നീട് കോളേജ് വിട്ടതിന് ശേഷവും ഞാൻ SFI പ്രസിഡന്റ് ആയിരിക്കുമ്പോൾ റെഡ് സ്റ്റാർ സ്റ്റഡി കോഴ്സ് എന്ന് പറഞ്ഞൊരു പഠന പരിപാടിയാണ്. SFI പ്രവർത്തകരൊക്കെ ഒരു കോഴ്സ് പഠിക്കണം, ഓൺലൈൻ ക്ലാസ് ഒക്കെ ഉണ്ടാവും, പരീക്ഷ ഉണ്ടാവും. അപ്പൊ മിനിമം കുറച്ച് കാര്യങ്ങൾ വായിച്ചിരിക്കണം, പുസ്തകങ്ങൾ ഇതെല്ലാം. അതിനൊരു സിലബസ് ഉണ്ടാക്കി. അന്ന് കോളേജ് വിട്ടിട്ടുണ്ടെങ്കിലും ഫ്രാൻസിസുമായിട്ട് ഇത് സംസാരിച്ചതിനെ കുറിച്ച് ഓർക്കുന്നു. ആ കോളേജിലെ കുട്ടികൾക്ക് ഇഷ്ടപ്പെടാൻ കാലത്ത് നല്ല മുദ്രാവാക്യങ്ങളാണ് വിളിക്കാൻ. ഈ മുദ്രാഗീതങ്ങൾ എന്ന് പറയാൻ വളരെ കാവ്യാത്മകമായിട്ട് എനിക്കറിഞ്ഞുള്ള KGS ഒരു എഴുത്തിലൊക്കെ തോന്നിരിക്കുന്നുണ്ടോ എന്നുള്ളത്. എന്നാൽ ചിറ്റൂർ കോളേജിലെ കുട്ടികൾ നന്നായിട്ട് മുദ്രാവാക്യം കാവ്യങ്ങൾ വിളിക്കുന്നത് സെറ്റായി നൽകാൻ. പിന്നീട് കറണ്ട് ബുക്ക് സ്റ്റോറി വന്നു കഴിയുമ്പോൾ എന്നെ മാത്രമല്ല, SFI മാത്രമല്ല, പ്രതിഷ്ഠകളായിട്ടുള്ളവർ എന്തൊക്കെ സ്വീകാരണികളും പുസ്തകമൊക്കെ വായിക്കുന്നവര് കറണ്ട് ബുക്ക് സ്റ്റോറി വന്നു കഴിഞ്ഞാൽ ഇന്ന് വായിക്കാനും പുസ്തകം പഠിക്കാനും കണ്ടൊരു സാഹിത്യം വർത്താനം പറയാനൊക്കെ ഒരാളൊക്കെ. അത് ഫ്രാൻസിസാണ്. അങ്ങനെ വലിയൊരു സുഹൃബന്ധം ഈ വായനയുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ അങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ വന്ന് പോണ വഴിക്ക് കണ്ടു കഴിഞ്ഞാൽ കറണ്ട് കൊടുക്കുകയാണ്, വർത്താനം പറഞ്ഞിരിക്കുക, ഇതൊക്കെ പതിവായിട്ട്. ആ ഒരു സൗഹൃദത്തിന്റെ ഊഷ്മളത ഉണ്ടാവാം ഇന്ന് ഈ ഗ്രന്ഥം പ്രകാശനം ചെയ്യുന്നതിന് എന്നെ മുൻപോട്ട് പോയി ക്ഷണിച്ച് കൊണ്ടുപോകുന്നത്. ഇത് നീണ്ടുപോയത് എന്റെ കുറ്റം കൊണ്ടല്ല, ഫ്രാൻസിന് കത്ത് ഞാൻ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് നീണ്ടുപോയത്. ഈ കാവുമ്പായി എന്നോട് നേരിട്ട് പറയുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നമുള്ളതായിട്ടില്ല, അത് പറഞ്ഞ് അടുത്ത പ്രാവശ്യം വെക്കാം. അപ്പൊ ഒന്ന് നമ്മുടെ ഈ പുതിയ പുസ്തകത്തിന്റെ ബൈവേർഡ് ബുക്സിന്റെ ഈ ആദ്യ ഗ്രന്ഥത്തിന്റെ പ്രൊഡക്ഷന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓർമ്മിക്കാൻ തോന്നും അങ്ങനെ വേണം പുസ്തകം വായിക്കുന്നതിന്. പുസ്തകം ഭംഗിയായിട്ടൊന്നും സുന്ദരപരമായിട്ട് ചെയ്യുന്നത് അങ്ങനെയല്ല. നമ്മളൊരു പുസ്തകം കിട്ടിക്കഴിഞ്ഞാൽ അങ്ങോട്ട് ഇങ്ങോട്ട് കൈ പിടിച്ച് നോക്കാനായിട്ട് തോന്നും. ആ അനുഭവം തോന്നിയ പുസ്തകം നൽകുന്നത് അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യം പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം. രണ്ടാമത്തത് ഈ പുസ്തകത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ശൈലിയ രീതിയാണ്. എന്റെ ഓർമ്മ വന്നത് PK ബാലകൃഷ്ണന്റെ ശ്രീനാരായണ ഗുരു. വളരെ സങ്കീർണമായിട്ടുള്ളൊരു വ്യക്തിത്വമാണ് ഗുരു എന്ന് പറയുന്നത്. ഗുരുവിന്റെ പരിഹാസം പലപ്പോഴും ഒരുപാട് പേരെ കൊള്ളിക്കുന്ന കാര്യം. എത്രയോ വ്യത്യസ്തമായ രീതിയിൽ ഗുരുവിനെ ലളിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരു തന്നെ
വ്യത്യസ്തമായ നിലപാടുകൾ, അത് ഭക്തിയെക്കുറിച്ചായാലും അമ്പലത്തെക്കുറിച്ചായാലും ഒക്കെ നിലപാടുകൾ സ്വീകരിച്ചിട്ടുണ്ട്. ആൾക്കാരുടെ സമീപനവും അത്ര വ്യത്യസ്തമാണ് വിലയിരുത്തലുകൾ. അപ്പൊ അതൊക്കെ ഒറ്റ പുസ്തകത്തിൽ ഒതുക്കി ഞാനെന്താ ദിനം മുഴുവൻ വായിച്ച് ഇതിനെ സംഗ്രഹിച്ചു കളയാം എന്റെ കാഴ്ചപ്പാട് എന്നല്ല നിത്യബാലകൃഷ്ണൻ ചിന്തിച്ചത്. ഒരു മൊസൈക്ക് എല്ലാം കൂട്ടിച്ചേർത്ത് ഉണ്ടാക്കി വെക്കാം. ആ വൈരുദ്ധ്യങ്ങളും ഒക്കെ അതിൽ വന്നോട്ടെ. അത് വായിച്ച് നിങ്ങൾ എന്തോളും ദൂരം ഇതെല്ലാം അടക്കുന്നതാണ് ഗുരു. ബാലകൃഷ്ണന് എഴുതാനായിട്ട് കഴിവ് കുറഞ്ഞിട്ടല്ല, പിന്നെ ഭാഷാ വൈഭവം ഇല്ലാഞ്ഞിട്ടല്ല, ബോധപൂർവം സ്വീകരിച്ചിരുന്ന ഒരു സമാഹരണ രീതിയാണ്. അതുപോലെ മുണ്ടശ്ശേരി മാഷ് അതീവ സങ്കീർണമായിട്ടുള്ള വ്യക്തിത്വമാണ്. ഉദാഹരണത്തിന് മാഷ് തർജ്ജമ ചെയ്തിട്ടുള്ളത് നമ്മൾ ഇന്ന് വായിക്കത്തൊന്നുമില്ല. ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് ബിഫോർവേഡ് ചേർന്നിട്ടുള്ളതാണ്. ഇന്ന് വിളിക്കുന്ന ആരെങ്കിലും ഇമിറ്റേഷൻ ക്രൈസ്റ്റ് വായിച്ചിട്ടുണ്ടോ എനിക്കറിയില്ല. ഇത് ക്രിസ്തുവിന്റെ റീഇന്റർപ്രിട്ടേഷൻ ഒന്നുമല്ല, വിപ്ലവപരമായിട്ടുള്ളതാണ്. അതൊന്നും പുസ്തകത്തിലില്ല. നമ്മുടെ ലിബറേഷൻ തിയോളജി ഒന്നും അല്ലത്. ഇത് വളരെ പയറ്റി വളരെ കൂടുതൽ മുളച്ചു നിൽക്കുന്ന ഒരു പുസ്തകമാണ്. എങ്ങനെ ക്രിസ്തുവിന്റെ ഇതെല്ലാം നമ്മുടെ ദൈനംദിന ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഈ പുസ്തകത്തിൽ വിശദീകരിക്കുന്നത്. ഞാൻ ഇത് തർജ്ജമ ചെയ്യുന്നു. ഒരു പാരമ്പര്യാധിഷ്ഠിത ക്രിസ്ത്യൻ സമീപനത്തിന്റെ ഒരു ഭാഗമാണ്. അവിടെ ഇങ്ങനെയുള്ള മുണ്ടശ്ശേരി മാഷാണ് ഇവിടുത്തെ പൗരോഹിത്യത്തോട് ഏറ്റവും വലിയ കലാപം നടത്തിയിട്ടുള്ളത്. അത് എല്ലാവർക്കും അറിവുള്ള കാര്യങ്ങൾ, കോളേജ് തർക്കവും കാര്യങ്ങളും പുറത്തു പോയിട്ട് പൗരോഹിത്യത്തിനെതിരായിട്ട് നിശ്ചിതമായ വിമർശനം നടത്തുന്നത് ഇമിറ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് തർജ്ജമ ചെയ്തതാണ് മുണ്ടശ്ശേരി മാഷ്. അതൊരു വൈദ്യുത സംഭവമാണ്. രാഷ്ട്രീയമായിട്ട് ഇടതുപക്ഷത്തോടൊപ്പമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് സഹകരിക്കുന്നതിന് തടസ്സമൊന്നുമില്ല. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പറായിട്ടുണ്ടായില്ല. ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വിമർശിക്കുന്നതിന് അതിന് തടസ്സമുണ്ടായിട്ടില്ല. ഇപ്പോ ബാലേന്ദ്രൻ നമ്മുടെ സാഹിത്യ തർക്കത്തെ കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. അത് അപ്പുറത്താണ്. ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോ രണ്ടുപേർക്കും പറ്റിയിട്ടുണ്ട്. രൂപം മതി, ഉള്ളടക്കത്തിലൊന്നും പ്രശ്നമില്ല. ബാധിച്ച് വരച്ചടപ്പോയതാ. മുണ്ടശ്ശേരി മാഷ് രൂപം മാത്രം നോക്കുന്ന ആളുകൾ എല്ലാവർക്കും അറിയാം. ഭാവത്തിലാണ്. ഇപ്പുറത്താണെങ്കിൽ രൂപേ വേണ്ട, നല്ല ഭാവം മനസ്സിലുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന കാര്യമാണ് ശൈലി എന്നൊക്കെ പറയുന്നുള്ള ഏർപ്പാട്. അതൊക്കെ കാലം കഴിയുമ്പോൾ നമ്മൾ ദൂരം നോക്കുമ്പോ ഇതെന്തൊക്കെ ചെയ്തത് എന്ന് നമ്മൾ ചിന്തിച്ചേക്കാം. പക്ഷെ അങ്ങനെയാണ് ചരിത്രവും ലോകവും മുന്നേറുന്നത്. അപ്പൊ ഇത് വളരെ സ്പഷ്ടമാണ്. അത് പ്രയോഗത്തിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് തിരുത്തൽ വരുന്നത്. ഇതിൽ ഈ കമ്മ്യൂണിസത്തിലേക്ക് ഇടതുപക്ഷത്തേക്കുള്ള ചായ തർക്കം തുടങ്ങുന്നതോടെ നമ്മുടെ ഇതൊക്കെ പറയുന്നതിനുള്ള രേഖകൾ പുസ്തകത്തിലുണ്ട്. ചൈന സന്ദർശനം, ചൈനയെ കണ്ട പുതിയ ഭൂമി, പുതിയ മനുഷ്യര്, അതിനെക്കുറിച്ച് അവിടെ ബിഷപ്പിന് എഴുതുകയാണ്. ബിഷപ്പിനൊന്നും സൂചിക്കുന്നില്ല, പിന്നെ എനിക്ക് എഴുതുന്നത്. അപ്പൊ തിരിച്ചു വരുമ്പോ വലിയ ആവേശത്തിന് ബിഷപ്പിനെ കാണാൻ പോയിരുന്നു. അപ്പോ ചിന്തിക്കുന്ന അവിടെ കണ്ട വർത്താനങ്ങൾ ബിഷപ്പിനെ ആവശ്യം വിളിക്കുന്ന അങ്ങനെയല്ല കാണിച്ച അതിന്റെ തർക്കമാണ്. പിന്നെ കോളേജിലേക്കും പട്ടണത്തിലേക്കും പള്ളിയിലേക്കും. അപ്പൊ ഈ ഒരു അനുഭവത്തിന്റെ പ്രയോഗത്തിന്റെ അടിസ്ഥാനത്തിൽ ഇടത്തോട്ട് മാറുന്നു. എന്നാൽ അവിടെ തന്നെ പിന്നെ അവിടെ തന്നെ നിൽക്കാനുള്ളതല്ല സ്വതന്ത്രമായ നിലപാട്. വേറെ അതിന്റെ ഒരുപാട് സംഘർഷങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണാം. രണ്ട്, മൂന്നാമത്തേത് ഒരു വിദ്യാഭ്യാസ പ്രവർത്തകൻ എന്നുള്ളതിൽ ഇപ്പൊ പൊതുവിദ്യാഭ്യാസ ബില്ല്, അതിക്ക് മുമ്പ് കോളേജിലെ അനുഭവങ്ങൾ,
ഇതില് കൂടുതൽ പറയണ്ട. ബില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അധ്യാപക ശമ്പളം കൊടുക്കാനുള്ള ഏർപ്പാട് മാത്രമായിരുന്നു. That's my question. അത് സാർവത്രികവും സൗജന്യവും നിർബന്ധിതമായ വിദ്യാഭ്യാസം കൊണ്ടാണ് ഏർപ്പാട്. അതുപ്രകാരം അങ്ങനെ എല്ലാ കുഞ്ഞുങ്ങളും സ്കൂളിൽ പോകുന്ന നോക്കാനാണ് പ്രാദേശിക കമ്മിറ്റിയിലെ മാനേജ്മെന്റ് മുൻകരുതാണ്. എല്ലാ കുട്ടികളും സ്കൂളിൽ പോകണം. അവർക്ക് ഉച്ചഭക്ഷണം കൊടുക്കണം, അവർക്ക് യൂണിഫോം കൊടുക്കണം. 57 പറയണം. ഇന്ന് നമ്മളവിടെ എത്തിയിട്ടുണ്ട്. അന്ന് ഒരു വിദ്യാഭ്യാസത്വം ഈ ഒരു വളർച്ചയെ കുറിച്ച് നൽകിയത്. എന്നാൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. വ്യത്യസ്ത അഭിപ്രായങ്ങളല്ല, ഇതിനാണോ ഒന്നാമത്തെ പരിഗണന. ഇതൊക്കെ എഴുതി വെക്കാൻ പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമാണ്. അങ്ങനെ തർക്കിച്ചിട്ട് വരുന്നത്. അതുകൊണ്ട് ഫ്രാൻസിസ് എഴുതിയിരിക്കുന്നത് അച്യുതൻ ചെറിയ വായിച്ചു വളരെ സീനിയറായിട്ടുള്ള പാർട്ടി നേതാക്കന്മാരെ എന്നോട് പറഞ്ഞു. ഇവിടെ അംഗീകരിക്കുന്നത് നിങ്ങൾ ഈ വിദ്യാഭ്യാസ കാർഷിക നിയമം പാസ്സാക്കി നടപ്പാക്കി കൃഷിക്കാരെയൊക്കെ കൂടെ വന്നിട്ടുണ്ടെങ്കിൽ പോകാൻ ഇത് നമ്മള് അങ്ങനെ നമുക്ക് അനുകൂലമായി ചെയ്തതിലൂടെ നിയമം നടപ്പാക്കി തീർത്തിട്ട് ബാക്കി നോക്കുന്നതിന് പകരം നിങ്ങൾ ആർക്കും വിദ്യാഭ്യാസം വേണ്ട. എങ്ങനെയാണ് മുല്ലശ്ശേരി മാഷ് ഒറ്റയ്ക്ക് നിന്ന് സഭയിലും പുറത്തും ഇത് ഫൈറ്റ് ചെയ്ത് ഡിഫെൻഡ് ചെയ്തതെന്ന് ചോദ്യം പറയുന്നു. ഞാൻ പറഞ്ഞത് ചുരുക്കത്തിൽ അല്ലെങ്കിൽ ശാസ്ത്രം ഫിസിക്സിൽ പഠിക്കുന്നു. അവസാനിക്കുമ്പോൾ നമ്മുടെ കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ വൈസ് ചാൻസലറായിട്ടാണ്. ആ ഒരു ശാസ്ത്രധാര ഇങ്ങനെ ഒത്തിരി മാനങ്ങളുള്ള ഒരു വ്യക്തിത്വം. അപ്പൊ അതൊരാൾ എന്നിട്ട് ജീവിതത്തിൽ വികാരത്തിൽ നമ്മുടേതായിട്ടുള്ള രീതി ചുരുക്കണ്ടേ. ഫ്രാൻസിസ് തെരഞ്ഞെടുത്തുള്ള ലേഖനങ്ങൾ ഞാൻ പലതും ഓരോന്നും പറഞ്ഞില്ല. അത് ഇങ്ങനെ മനഃപൂർവ്വം ഈ ഒരു വർഷവും കൂടി പുറത്തു വന്നോട്ടെ. എന്നാൽ പുറത്ത് പറഞ്ഞത് ഞാൻ പറഞ്ഞതാണെന്ന് എന്റെ കുതിരയേറാൻ വരട്ടാണ്. അപ്പൊ ആ രീതിയിൽ ഇത് അങ്ങനെ എഴുതുമ്പോൾ ഒരു വായനാസുഖമുണ്ട്. അല്ലെങ്കിൽ ഒരു ഡിഡാക്റ്റിക് ഫോമാണ് നരേഷൻ. നമ്മളങ്ങോട്ട് അവസാന വാക്കുകൾ മുല്ലശ്ശേരിയെ കുറിച്ചുള്ള പറഞ്ഞു നോക്കി അതില്ല. ഒരുപാട് സന്ദേഹം ഉണ്ടാക്കുകയാവും, ഇങ്ങനെയാവാം. അങ്ങനെയാണുള്ള ജീവിതം, അങ്ങനെയാണുള്ള ജീവിതം. അപ്പോൾ വായിക്കാൻ സുഖമുണ്ട്. സത്യപ്രതിക്ക് വായിക്കാൻ പറ്റില്ല. ഞാനൊരു കാലത്ത് പോലും വായിക്കുന്നുള്ള വാശിക്കെടുത്ത് സന്ദർശകരുടെ നീണ്ടുതരവും പുസ്തകം തുറക്കുമ്പോൾ ആരെങ്കിലും വരും. എങ്കിലും ഇടയ്ക്ക് ഈ കാറിൽ കൂടി ഇരുന്നൊക്കെ നോക്കിയിട്ട് കണ്ടുപിടിച്ചത് വായിക്കാൻ സുഖമുണ്ട്. അപ്പൊ നല്ലൊരു പുസ്തകം. അപ്പോ നമ്മുടെ ബൈബിളിന്റെ ആദ്യത്തെ ഗ്രന്ഥമാണ്. ദൗർഭാഗ്യവശാല് ഫ്രാൻസിസിനെ, അന്നത്തെ പ്രസിഡന്റുള്ള ഫ്രാൻസിസിനെ നമുക്കിന്ന് കാണാൻ കഴിയും. നമുക്ക് കാണാൻ കഴിയും. കണ്ടുകൊണ്ട് മനസ്സങ്ങനെയാണ് പറയുന്നത്. നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നവരില്ല. ഏതെങ്കിലും ഇഷ്ടപ്പെട്ടത് തടസ്സം വന്നാൽ ആരോഗ്യം നടക്കുന്നുള്ളതാണ്. മകനിപ്പോ നടന്നപ്പോ കാല് കൂട്ടി വെക്കുന്നു. തടസ്സം വന്നാൽ കാല് പോകും, അല്ലെങ്കിൽ കാല് പോകാൻ പറ്റില്ല. അതിൽ നല്ല വളരെ ബുദ്ധിക്കാരമായിട്ട് എനിക്ക് തോന്നുന്നു. അപ്പൊ ഏതായാലും ഒരു കാര്യം വ്യക്തം, കൃത്യമായിട്ട് പറയുന്നത് മനസ്സിലാവണം. നിങ്ങളോട് പറയുന്നത് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുള്ള എനിക്ക് സംശയിക്കും. അപ്പൊ ഈ ഒരു ഇങ്ങനെയൊരു സാഹചര്യത്തിൽ പോലും അർത്ഥവത്തായിട്ട് ജീവിതത്തിൽ അർത്ഥവത്തായ കാര്യങ്ങൾ ചെയ്യാനുള്ള വലിയൊരു പരിശ്രമം അത് ഏറ്റവും ശ്ലാഘനീയം. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ തന്നെ അർത്ഥവത്താക്കുന്നതാണ്. എനിക്കൊരു അഭ്യർത്ഥന ഈ സന്ദർഭത്തിലുള്ളത്,
ആദ്യത്തെ ഗ്രന്ഥം എന്നുള്ള രീതിയിൽ വിൽക്കുന്നതിന് എല്ലാവരെയും ഒരുമിച്ചൊരു ഏർപ്പാടുകൾ. ഇന്നലെ വന്ന സുഹൃത്തുക്കളെയും ചോദിച്ചു എങ്ങനെയാണ് വിൽക്കുന്ന ഏർപ്പാട്. ഫ്രാൻസിസിന് സംസാരിക്കാനും ഒക്കെ ബന്ധപ്പെടാനും ഒക്കെ സൗകര്യം ഉണ്ടായിരുന്നെങ്കിൽ പ്രശ്നമുള്ള കാര്യമൊന്നും തോന്നുന്നില്ല. അത്രയധികം വായനക്കാരുമായിട്ടൊക്കെ കലബുക്സിൽ ഇത്രയും നാൾ നിന്നുള്ള പരിചയപ്പെടുത്തലുകളുണ്ട്. അപ്പൊ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഇവിടുത്തെ സുഹൃത്തുക്കൾ ചെയ്യാൻ ശ്രമിക്കുന്ന കാര്യങ്ങളോടൊക്കെ പൂർണ്ണമായിട്ടുള്ള യോജിപ്പാണ്. എന്താ സഹായം ചെയ്യാൻ പറ്റുന്നത്, അത് പങ്കാളിയാണ് നിങ്ങൾ ചെയ്യുന്നത്. അത്തരത്തിൽ സമീപനം എല്ലാവരും കൈക്കൊള്ളണമെന്ന് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. ഇത്ര നല്ലൊരു പുസ്തകം മലയാളത്തിൽ സമ്മാനിച്ചതിൽ ഫ്രാൻസിസിനെ പ്രത്യേകമായി വിളിച്ചുകൊണ്ട് പ്രകാശനം ചെയ്തതായി ഏറ്റുവാങ്ങുന്നത് പ്രൊഫസർ പറഞ്ഞു. നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു നിർഭാഗ്യമായി അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് ഒരു നിർഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. കാരണം എൻ്റെ വിദ്യാഭ്യാസ കാലഘട്ടമൊന്നും തൃശ്ശൂരായിരുന്നില്ല. പിന്നീടാണ് തൃശ്ശൂരിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ളത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അദ്ദേഹത്തിനെ നേരിട്ട് കാണാൻ കഴിഞ്ഞിട്ടില്ല. ഒരുപാട് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തിൻ്റെ പല തലങ്ങൾ സ്വരുക്കൂട്ടി ശ്രീ ഫ്രാൻസിസ് ഒരു പുസ്തക രൂപത്തിൽ ഇറക്കിയിട്ടുള്ളതാണ്. അതിന് അദ്ദേഹത്തെ അങ്ങേയറ്റം അനുമോദിക്കുകയാണ്. കൂടുതലൊന്നും ഞാൻ നീട്ടുന്നില്ല. ശ്രീ മുണ്ടശ്ശേരി മാഷിന്റെ ഈ വ്യക്തിത്വത്തിന്റെ വിവിധ തലങ്ങൾ നാം ഓരോരുത്തരിലേക്ക് എത്തട്ടെ, കൂടുതൽ വായനക്കാരിലേക്ക് എത്തട്ടെ, അദ്ദേഹത്തെ കൂടുതൽ പേർ ആഴത്തിൽ അറിയട്ടെ എന്ന് മാത്രം ആഗ്രഹിച്ചുകൊണ്ട് നിർത്തുകയാണ്. വ്യക്തിപരമായ ചില ചെറിയ പ്രശ്നങ്ങളുള്ളത് കൊണ്ട് എല്ലാവരുടെയും സമ്മതത്തോടു കൂടി ഞാൻ ഇവിടുന്ന് പോവുകയാണ് എന്നുകൂടെ പറയട്ടെ. നന്ദി. അടുത്തതായി എ.വി. വല്ലഭൻ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ജില്ലാ പഞ്ചായത്ത്. ബഹുമാന്യനായ അധ്യക്ഷൻ CP ബാലേന്ദ്രൻ MLA, ഈ പുസ്തക പ്രകാശനം നിർവഹിച്ച ആദരണീയനായ ശ്രീ ടി. തോമസ് ഐസക് അവർക്ക്, പുസ്തകം രചിച്ച ശ്രീ ഫ്രാൻസിസ്, അതുപോലെ
അധ്യക്ഷവേദിയിലെ ആദരണീയരായ മറ്റ് സഹപ്രവർത്തകർ, മുണ്ടശ്ശേരി മാസ്റ്റർക്ക് ഒരു മുഖവുരയും ആവശ്യമില്ലാത്ത ഒരു സദസ്സും വേദിയുമാണ്. വേദി പോലെ തന്നെ പ്രാധാന്യമുള്ള ഒരു സദസ്സുമാണ്. ഞാനതുകൊണ്ട് നിരവധി പ്രാസംഗികരുമുള്ളത് കൊണ്ട് ഞാനൊരു ദീർഘമായ പ്രസംഗത്തിലൊന്നും വരുന്നില്ല. പ്രസംഗവേദികളിൽ ഞാനും മറ്റ് പ്രാസംഗികരുമൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിട്ടുള്ള ഒരു നാമധേയമാണ് മുണ്ടശ്ശേരി മാസ്റ്റർ. അത്രയേറെ കേരള രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടും സാഹിത്യവുമായി ബന്ധപ്പെട്ടും അധ്യാപക രംഗവുമായി ബന്ധപ്പെട്ടുമൊക്കെ ഉപയോഗിക്കുന്ന പേരാണ് ശ്രീ മുണ്ടശ്ശേരി മാസ്റ്റർ. അതുകൊണ്ട് അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ അറിയാൻ പുതിയ തലമുറയ്ക്ക് ഇന്ന് അദ്ദേഹത്തെ മനസ്സിലാക്കിയിട്ടൊന്നും ഇല്ലാത്തവർക്ക് പോലും അറിയുന്ന ഒരു പേരാണ് ജോസഫ് മുണ്ടശ്ശേരി. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ കൂടുതൽ മനസ്സിലാക്കാനും അദ്ദേഹത്തെ വായിക്കാനും ഉള്ളൊരു സാഹചര്യം സൃഷ്ടിച്ച ശ്രീ ഫ്രാൻസിസിനെ അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് ഈ ചടങ്ങിന് എല്ലാ ഭാവങ്ങളും നടന്നുകൊണ്ട് ഞാൻ ഓർമ്മിച്ചിരിക്കുന്നു. ഡോക്ടർ അഞ്ജയ് ഗോപകുമാർ, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, തൃശൂർ കോർപ്പറേഷൻ. ശ്രീ വി കെ ഹാരി സ്വാമി, കെ രാമചന്ദ്രൻ, താലൂക്ക് സെക്രട്ടറി, ലൈബ്രറി കൗൺസിൽ. ബഹുമാനായ അധ്യക്ഷൻ ശ്രീ പി ബാലചന്ദ്രൻ MLA, പുസ്തകം പ്രകാശനം ചെയ്ത ആദരണീയനായ ഡോക്ടർ തോമസ് ഐസക്, ധനകാര്യമന്ത്രി, പ്രിയപ്പെട്ട ഫ്രാൻസിസ് വർഗീസ് മുണ്ടശ്ശേരി, മറ്റ് വേദിയിലെ ആദരണീയരെ, പ്രിയപ്പെട്ടവർ, ഇവിടെ ഈ പുസ്തക പ്രകാശനത്തോടനുബന്ധിച്ച് അധ്യക്ഷനും സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ ഇതിൻ്റെ പ്രകാശനം നടത്തിയ ഇവരെല്ലാം വളരെ കാര്യമായി ഇവിടെ കാര്യങ്ങൾ സൂചിപ്പിച്ചു. ഗഹനമായ പാണ്ഡിത്യമുള്ള ഈ സദസ്സിൽ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഞാൻ ശക്തനാണ്. ശ്രീ ഫ്രാൻസിസ് വർഗീസ് മുണ്ടശ്ശേരിക്ക് കൂടുതൽ ക്രോഡീകരിച്ച ഈ പുസ്തകം കൂടുതൽ കൈകളിലേക്ക് എത്താൻ സഹായിക്കട്ടെ എന്നീ അവസരത്തിൽ ആശംസിച്ചുകൊണ്ട് ഈ ചടങ്ങിന് ലൈബ്രറി കൗൺസിലിൻ്റെ എല്ലാവിധത്തിലുള്ള ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. അഭിവാദ്യം. നമ്മുടെ പ്രിയപ്പെട്ട നീലൻ. ഹലോ, ഇവിടെ ഇരിക്കുന്ന ആരെക്കാളും ഒരുപക്ഷെ ഫ്രാൻസിസും ജോസ് മുണ്ടശ്ശേരിയും ഒഴിച്ച് മറ്റാരെക്കാളും അധികം മുണ്ടശ്ശേരി അറിയുന്ന ഒരാളാണ് ഞാൻ. അഹങ്കാരം കൊണ്ട് പറയപ്പെടും. വളരെ കുട്ടിക്കാലം മുതൽ എൻ്റെ അച്ഛൻ മുണ്ടശ്ശേരി മാഷ് എഴുത്തുകാരനായിരുന്നു. മുണ്ടശ്ശേരി മാഷ് എഴുത്തുകാരനാണ്, പക്ഷെ എഴുതില്ല. എന്താ എനിക്കറിയില്ല, കണ്ണിന് വല്ല സ്വാധീനങ്ങളുണ്ടായിരുന്നോ ഒന്നും അറിയില്ല. മുണ്ടശ്ശേരി മാഷ് പറഞ്ഞു കൊടുക്കുക, വേറൊരാളെ എഴുതുക, ഇതാണ് രീതി. അച്ഛനെ എഴുതിയെന്നാൽ തെറ്റ് വരില്ല, MP ആണെങ്കിൽ ശ്രദ്ധിക്കുന്നല്ലോ എന്ന് പറയും. അങ്ങനെ മംഗളോദയ പ്രസിന് അച്ഛൻ പ്രൂഫ് റീഡറാണ്. അതിൻ്റെ കൂടെ ഈ മുണ്ടശ്ശേരിയുടെ ലേഖനങ്ങൾ എഴുതണം മുണ്ടശ്ശേരി പറയുന്നത്. അതിന് 5 മണിക്ക് അവിടെ വന്ന് അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുഖപത്രമായിട്ടുള്ള നവജീവൻ പത്രാധിപർ മുണ്ടശ്ശേരിയായിരുന്നു. ഐസക്ക് പറഞ്ഞവരുടെ എല്ലാവരും പാർട്ടിയുടെ എല്ലാ അടുപ്പുണ്ടായിരുന്നു. ആ പത്രാധിപർ മുണ്ടശ്ശേരിയായിരുന്നു. എന്നിട്ട് അവിടെ മുണ്ടശ്ശേരിയുടെ അച്ഛൻ വരും. അവിടെ മുഖപ്രസംഗവും അച്ഛൻ ഈ മുണ്ടശ്ശേരി പറയും, അച്ഛൻ എഴുതുകയും ചെയ്യും.
അന്ന് അവിടെ പത്രാധിപന്മാർ സമിതിയിലുണ്ടായിരുന്ന ആൾക്കാർ ടി കെ നായർ, ചുവടുകൂടി, വി എ രവിദാസൻ, ഇവരൊക്കെയാണ്. ഞാനപ്പോൾ വല്ലപ്പുഴ അച്ഛൻ്റെ കൂടെ മുണ്ടശ്ശേരി മാഷിൻ്റെ കൂടെ പ്രക്ഷേപ പോവാ. മുണ്ടശ്ശേരി മാഷ് പോയിട്ടുണ്ട് അവിടെ. അങ്ങനെയാണ് ആദ്യം ഞാൻ ടെലിപ്രിന്ററിൽ കണ്ടത്. ഞാൻ പത്രക്കാരനാവുകയും ചെയ്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ഈ ആഴ്ചയിലെ 6 ദിവസവും ഈ ഇങ്ങനെ അവിടെ നടന്ന് എഴുതി കഴിഞ്ഞ് ഞായറാഴ്ച കാലത്ത് 10 മണിക്ക് വീട്ടിൽ വരും. പിന്നെയും എഴുതാൻ അമ്മയ്ക്ക് ദേഷ്യം കൊടുത്തു. 6 ദിവസം എത്തിയിട്ട് മതിയായിട്ട് 7 ദിവസം വീട്ടിൽ വരിക. അമ്മയ്ക്ക് ദേഷ്യം വരും. അമ്മയും മുണ്ടശ്ശേരി സ്കൂളിൽ വേറെ നമ്പറുണ്ട്. അമ്മ അന്തിക്കാടാണ്, കണ്ടശങ്കരമാണ്. അമ്മയുടെ ജ്യേഷ്ഠൻ മുണ്ടശ്ശേരിയുടെ ക്ലാസ്മേറ്റാണ്. അപ്പൊ അമ്മ വൈകിയില്ല. മുണ്ടശ്ശേരി വരുമ്പോൾ എഴുത്ത് കഴിഞ്ഞ് അപ്പോൾ ചായ കൊണ്ടുകൊടുക്കും. ഞങ്ങളാരെങ്കിലും കഴിഞ്ഞ് കൊടുത്തേക്കില്ല. അമ്മ കൊണ്ടുകൊടുക്കുന്നില്ല. അമ്മ ഭയങ്കര വാശിക്കരയായിരുന്നു. ഇയാളുടെ ഒരു എഴുത്ത് എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചായ കൊണ്ടുകൊടുക്കും. പോവാനാവുമ്പോ മുണ്ടശ്ശേരി അവിടുന്ന് എഴുന്നേറ്റ് അടുക്കളയിലേക്ക് ചെല്ലും. ഒന്ന് പറയുക, നമ്മൾ നമ്മളുടെ ബന്ധം ഒരു ചായയോടൊക്കെ തീർക്കാൻ പറ്റും. MP ഒക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ അറിയില്ലെങ്കിൽ, തന്റെ ഭർത്താവിനെ കാണുന്നതിന് മുമ്പ് നമ്മൾ അറിയിക്കുകയും. അപ്പൊ അമ്മക്ക് ദേഷ്യം നമ്മളോട് നാശം എങ്ങനെയൊന്നും പറയിപ്പിക്കാനാട്ടോ എന്ന് പറയും. അപ്പൊ ഈ കൊക്ക് തൊണ്ടയിൽ വല്ലതും പോയാൽ തല വെക്കുന്ന പോലെ തലവെക്കിലെ കൊണ്ട് മുറുക്കാൻ, തൊണ്ടയിൽ തുടങ്ങി മുറുക്കാൻ പുറത്തേക്ക് എടുത്ത് ഉറക്കം ചേർത്ത് ഭാഷ പുറത്തേക്ക് വരും. അങ്ങനെ ഭാഷ പോവുകയും ചെയ്യും. ഒരിക്കലും തല താഴ്ത്താത്ത മനുഷ്യനായിട്ടാണ് ഞാൻ മുണ്ടശ്ശേരി കണ്ടത്. തുപ്പം പോലെ തല താഴ്ത്തില്ല. പക്ഷേ ഇങ്ങനെ നഷ്ടപ്പെടില്ല. ഒരിക്കലും തല താഴ്ത്തില്ല. അത് തല താഴ്ത്തിലേക്ക് വേറെ മറ്റർത്ഥങ്ങളല്ല, താഴ്ത്തില്ല. അങ്ങനെയായിരുന്നു. അപ്പൊ ഞാൻ അപ്പൊ അച്ഛൻ പ്രൂഫ് വായിക്കുന്ന പുസ്തകങ്ങൾ മുഴുവൻ ഞങ്ങൾക്ക് കോപ്പി കിട്ടുന്നു. അങ്ങനെ വീട്ടിലെ മുണ്ടശ്ശേരിയുടെ പുസ്തകങ്ങളുടെ കൂമ്പലായിരുന്നു. മുണ്ടശ്ശേരി എഴുതിയപ്പോ ചൈന മുന്നോട്ടുള്ള പുസ്തകത്തിന്റെ പേര് 2 ഉണ്ട്. ചൈന മുന്നോട്ട് 1, ചൈന മുന്നോട്ട് 2 വൈകിയാണ് വെള്ളം പിടിക്കാറ്. ആ പുസ്തകങ്ങൾ മുഴുവൻ അതാണ് ഞാൻ കണ്ട മുണ്ടശ്ശേരി. അതുപോലെ തന്നെയാണ് ഈ മുണ്ടശ്ശേരി, ചെറിയ മുണ്ടശ്ശേരി. ഞങ്ങൾ 69 മുതൽ 86 വരെ തൃശ്ശൂരിൽ നിന്ന് വളരെ വ്യത്യസ്തമായ ഒരു ലിറ്റററി മാഗസിൻ നടത്തിയിരുന്നു. ദൃശ്യകല എന്നാണ് അതിന്റെ പേര്. ദൃശ്യകലകളെ കുറിച്ച്, കഥകളെ കുറിച്ച്, നാടകത്തെ കുറിച്ച്, സിനിമയെ കുറിച്ച്, ചിത്രങ്ങളെ കുറിച്ചൊക്കെ ഒരു മാഗസിനായിരുന്നത്. അതിന്റെ മുഖ്യ അതിന്റെ പത്രത്തിലെ പ്രൊഫസർ ആനന്ദാഷമായിരുന്നു. അതിന്റെ പ്രവർത്തകരെ ഞാനുണ്ട്, കേശവജി ഉള്ളിരിക്കുന്നത്, ഷൺവാസുണ്ട്, മനോഹര കണ്ണുണ്ടാകുന്നുണ്ട്. ഇതിനാണ് മുണ്ടശ്ശേരി. ഒരു വലിയ പറ്റില്ല എന്ന് പറയുന്നത് മുണ്ടശ്ശേരി. വളരെ ദാരിദ്ര്യവും ബുദ്ധിമുട്ടൊക്കെയാണ്. പരസ്യമൊന്നും കിട്ടില്ല. പക്ഷെ മുണ്ടശ്ശേരി കിട്ടില്ല. എനിക്കത് താഴെ ഞാൻ പറയാം, എന്തിനാ നമ്മൾ ഈ മെടുക്കുന്നുണ്ടെങ്കിൽ മുണ്ടശ്ശേരി കിട്ടുന്നില്ല. പിന്നെ മുണ്ടശ്ശേരി പുസ്തക പ്രസാദനത്തിലേക്ക് പോകും. അപ്പൊ എനിക്ക് വളരെ രസകരമായിട്ട് എൻ്റെ ഒരു പുസ്തകം ഇറങ്ങി, DC പുസ്തകം ഇറക്കിയത്. അതിന്റെ ആമുഖത്തിൽ ഞാൻ എഴുതി, വിളവ് ഒരുക്കാൻ എന്നെ പ്രേരിപ്പിച്ച അച്ഛൻ ആ വിളവിനെ കുറിച്ച് ഒരിക്കലും വേവലാതി കൊണ്ടില്ല എന്ന് ഞാൻ എൻ്റെ ആമുഖത്തിൽ എഴുതി. അത് അച്ഛൻ വന്നപ്പോ വിളവ് ഒരുക്കാൻ പ്രേരിപ്പിച്ച അച്ഛൻ വിളവിനെ കുറിച്ച് വേവലാതി കൊണ്ടു എന്നാണ് പറഞ്ഞത്. എനിക്ക് വളരെ സങ്കടം വന്നു. അല്ലാതെ നേരെ മുന്നിൽ അർത്ഥത്തിന് വന്നു. അപ്പൊ ഞാൻ എന്തോ മുണ്ടശ്ശേരിയോട് പറഞ്ഞു, പ്രാക്ടീസിനോട് പറഞ്ഞു, അപ്പൊ എന്തൊരു തെറ്റുള്ളൂ, ഇങ്ങനെയൊക്കെ പുസ്തകം എഴുതിയ എങ്ങനെയാണ്? എന്റെ അച്ഛന്റെ നേരെ മുന്നിൽ തലവെച്ചിട്ടിരിക്കുക. അപ്പൊ മുണ്ടശ്ശേരി പറഞ്ഞതെന്ന് അറിയോ, എന്റെ നീലഭാഷയെ ഈ പുസ്തകം ഇറക്കാൻ പറയാ, കല്യാണം കഴിക്കണം പറയാ. കല്യാണം കഴിഞ്ഞിട്ട് പൊരുത്തല്ല, അക്ഷരത്തെറ്റുണ്ടെന്ന് കൊണ്ട് യാതൊരു കാര്യമില്ല. അതങ്ങനെ സഹിക്കേണ്ടി പോയി. അതിനുശേഷം ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങി.
എല്ലാ പുസ്തകങ്ങളിലും തെറ്റുകളും ഇറങ്ങി ആ തെറ്റുകൾ ഓരോ തെറ്റ് കാണുമ്പോഴും ഞാൻ ഇവിടെ ശരി പറഞ്ഞു, ശരി അതൊരു കല്യാണം, പുതിയൊരു കല്യാണം കൂടിയാണല്ലോ, ഈ തെറ്റുകളോട് കൂടി ശിഷ്ട ജീവിതം കഴിഞ്ഞ് മാത്രമേ പറ്റൂ എന്ന് ഇങ്ങനെ പറയുന്നത് എനിക്ക് കുറെ പറയുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ കണ്ടിട്ട് ഒരുപാട് കാലമായി. കഴിഞ്ഞ ദിവസം ഒരു സ്ത്രീ എന്നെ വിളിച്ചു, എനിക്ക് വലിയ നമ്പറിന് മൊബൈലിൽ. എന്നെ പറഞ്ഞു ഫ്രാൻസിസ് മുതശ്ശേരിയുടെ വൈഫാണ്. ഞാനെ പുള്ളി കണ്ടിട്ടേ ഇല്ല. ഇങ്ങനൊരു പരിപാടിയുണ്ട്, അതിൽ ഞാൻ പങ്കെടുക്കണം എന്ന് മാത്രം ആ ഒരു പ്രശ്നത്തിൽ അത് ഇവിടെ ഉണ്ടാവണം, സാന്നിധ്യം ഉണ്ടാവണം എന്ന് മാത്രം പുള്ളി കണ്ടത്. അന്ന് തന്നെ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു. കാരണം മനുഷ്യനായ സ്നേഹം പ്രകടിപ്പിക്കേണ്ടത് ഉയർന്നൊരു കാര്യമാണ്. ഞാൻ തിരുവനന്തപുരത്ത് വരെയാണ്, അത് ഐശ്വര്യമൊന്നുമല്ല, നമ്മൾ തിരുവണ്ടി വരെയാണ്. പക്ഷെ അത് വളരെ സ്നേഹത്തോടു കൂടി വരികയാണ്. ഒരു കാര്യം മുന്നേറ്റയുടെ കൂടെ ഒക്കെയാണ് വർക്ക് ചെയ്ത അനിയത്തി ഒന്ന് എന്നെ വിളിച്ചു പറഞ്ഞിരുന്നു, മുന്നേറ്റയോട് പറയണം, ഫ്രാൻസിനോട് പറയണം. അവർക്ക് വരാൻ പറ്റാത്തതുകൊണ്ടാണ്, അവർക്ക് എൻ്റെ ഓഫീസിൽ കുറെ തിരക്കുണ്ട്, അതുകൊണ്ടാണ് അവിടെ ഇവിടെ എവിടെയുണ്ട്, എൻ്റെ മനസ്സിവിടെ എവിടെയുണ്ട് എന്ന് പറയണം എന്ന് പറഞ്ഞു. ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിച്ചത് നിങ്ങളോട് നിൽക്കുന്നത് അത്യധികം സ്നേഹത്തോടു കൂടിയാണ്, സന്തോഷത്തോടു കൂടിയാണ്. ഫ്രാൻസിസ് ഇനിയും പലതും ചെയ്യാൻ ഈ ഒരു പ്രവർത്തനം ഫ്രാൻസിസിനെ സഹായിക്കട്ടെ, പ്രേരിപ്പിക്കട്ടെ. എപ്പോൾ വേണമെങ്കിലും വിളിച്ചാൽ ഞാൻ വരികയും കൂടെ ഉണ്ടാവുകയും ചെയ്യും എന്ന് സത്യമായി പറയുന്നു. ഇനി എൻ്റെ സുഹൃത്തായ ഐശ്വര്യ രണ്ട് കാര്യമാണ് എനിക്ക് പെട്ടെന്ന് പറയാനായിട്ട് ഓർമ്മയിൽ വരുന്നത്. ഒരു കാര്യം, ഈ പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ തോമസ് ഐസക് പണ്ട് നമ്മളൊക്കെ പറയില്ലോ, അടിയന്തരാവസ്ഥയ്ക്ക് മുമ്പ് അടിയന്തരാവസ്ഥ എന്നൊക്കെ പറഞ്ഞ് ചെറുപ്പക്കാർക്ക് പുച്ച സിവിക്കാരനെ പറ്റി കഴിയിക്കുന്നു പറഞ്ഞ് നൊസ്റ്റാൾജിയാണ്. അടിയന്തരാവസ്ഥ കാലത്ത് അദ്ദേഹം തോമസ് ഐസക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വന്നിട്ട്, അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവില്ല, എൻ്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. അത് അടിയന്തരാവസ്ഥ കാലത്താണ്. അത് ഫ്രാൻസിസ് കൂടിയാണ് വന്നത് ഇതിനനുസരിച്ച് എൻ്റെ വീട്ടിൽ വന്നതല്ല, എൻ്റെ വീട്ടിൽ വന്നിട്ട് അവിടെ നിന്ന് ഇവിടെ പാട്ടിലാക്കുന്ന ദേവമാത പള്ളിക്കാരുടെ ഒരു പ്രസ്, ആ പ്രസ്സിൽ എന്തിനാ പോയെന്ന് എനിക്ക് ഓർമ്മയില്ല, ഫ്രാൻസിസിന് ഓർമ്മയുണ്ടാവുള്ളൂ. അവിടേക്ക് പോകാൻ വേണ്ടിയിട്ട് അദ്ദേഹം ഫ്രാൻസിസും കൂടി വന്നൊരു ഓർമ്മ എൻ്റെ മനസ്സിൽ ഉണർന്നു എന്നൊരു ഓർമ്മ. മറ്റൊരു ഓർമ്മ ഇങ്ങനെ സൂചിപ്പിക്കേണ്ടായി, ഫ്രാൻസിസ് ദൃശ്യങ്ങളുമായിട്ടുള്ള ദീർഘകാല ബന്ധം. അതിന് ഞാനാണ് നിമിത്തം എന്നൊരു തോന്നൽ എനിക്കുണ്ട്. അടിയന്തരാവസ്ഥയ്ക്ക് തൊട്ട് മുമ്പുള്ള വർഷം, അതിപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മയുണ്ടാവും, അദ്ദേഹം അന്ന് മഹാരാജാസില് യൂണിവേഴ്സിറ്റി കൗൺസിലാണ് ചെയർമാനാണെന്ന് ഓർമ്മയില്ല. അപ്പോൾ ശിവശങ്കര മാഷാണ് എഡിറ്റർ, ഞാൻ ഇവിടെ സെൻറ് തോമസിൽ എഡിറ്റർ, ഞാൻ മാത്രമാണ് SMI ജയിച്ചിട്ടുള്ളത്. അതുപോലെ കേരള ഓർമ്മയില്ല, എൻ്റെ ഓർമ്മയില്ല, കിരടി മാത്രമാണ് എഡിറ്ററായി ജയിച്ചിട്ടുള്ളത്. അതുപോലെ ഫ്രാൻസിസ് പഠിച്ചിരുന്ന കോളേജ് ഞാൻ അധ്യാപകനായിട്ട് പിന്നീട് 20 കൊല്ലം തൃശ്ശൂർ ഗവൺമെൻറ് കോളേജിലുണ്ടായി. പക്ഷെ ഫ്രാൻസിസ് അവിടെ പഠിക്കുമ്പോൾ ഈ കോളേജ് ടൗണിൻ്റെ നടുവിലാണ്. അപ്പോൾ ആ സന്ദർഭം അന്ന് മുതലേ ഫ്രാൻസിസുമായിട്ട് എനിക്ക് പരിചയമുണ്ട്. കാരണം ഞാൻ SMI എഡിറ്ററാണ്. അപ്പോൾ ഗവൺമെൻറ് കോളേജിൽ എൻ്റെ ഓർമ്മയിൽ വസന്തനാണോ ബാലകൃഷ്ണനാണോ എന്നറിയില്ല, അങ്ങനെ ആരോ ഒരാളാണ്, ബാലകൃഷ്ണനാണോ ആരാണോ ഓർമ്മ, ഫ്രാൻസിസ് ബാലകൃഷ്ണനാണ്.
ബാലകൃഷ്ണനാണ് എഡിറ്റർ. പിന്നീട് അതുപോലെ ക്യാമറമാൻ. നിങ്ങൾ എനിക്ക് തോന്നുന്നു നിങ്ങളൊക്കെ ഒറ്റപ്പെട്ടിട്ടാണ് SFI ജയിച്ചു എന്നുള്ളതാണ്. അങ്ങനെയാണ് ഫ്രാൻസിസുമായിട്ട് ആ SFI ബന്ധമാണ് ഫ്രാൻസിസുമായിട്ട് ഈ അടിമതാവസ്ഥ 3 വർഷം മുതൽ ഉള്ളത്. ആ ബന്ധത്തിൽ തുടർച്ചയായിട്ടാണ് ദൃശ്യകല മാസിക 29-ലാണ് ദൃശ്യകല മാസിക തുടങ്ങുന്നത്. എൻ്റെ ഓർമ്മയില്ല, ഞാൻ പഠിക്കുക, ഞാൻ ബോംബെയിലാണ്. നമ്മുടെ CMS സ്കൂളിൽ മെയ്ജൻ അക്കാഡമി എന്നൊരു പേരിൽ തോന്നുന്നു. ഒരു നാടകത്തിന് ചെറിയ ക്യാമ്പ് പോലെ ഉണ്ടായി. ആ ക്യാമ്പിൻ്റെ അവസാനത്തിലാണ് അരവിന്ദാക്ഷ മാഷികയുടെ നേതൃത്വം ഒരു മാസിക തുടങ്ങാനായിട്ട്, ദൃശ്യകലയുടെ മാസിക തുടങ്ങാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ 79-ൽ തുടങ്ങിയിട്ട് 86 വരെ നടന്ന ദൃശ്യകല മാസികയുടെ ഒരു, ഞാൻ ബോംബെയിൽ എൻ്റെ പരിസരയ്ക്ക് വേണ്ടിയിട്ടും കോപ്പി വിൽക്കാനൊക്കെ ആയിട്ട് ബോംബെയിൽ സജീവമായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം ഒരു ഘട്ടത്തിൽ ദൃശ്യങ്ങളുടെ പ്രവർത്തകരായിട്ട് 2 പേരും കൂടി ചേർക്കുകയാണ്. അത് ഞാനാണ് ഇരുന്നതിൻ്റെ ഓർമ്മ. മനമോഹനും ഫ്രാൻസിസും അവർ 2 പേരും കൂടി ദൃശ്യങ്ങളുടെ പ്രവർത്തകരായിട്ട് വരികയാണ്. നമ്മുടെ ചക്കാമുക്കുള്ള പ്രിന്റൽ പ്രസ്സിലാണ് അടിക്കാറ്. രാത്രി 11 നേരങ്ങളെയൊക്കെ അവിടെ നിന്ന് അവസാനം അത് മേടിച്ച് ഒട്ടിച്ചയക്കുക അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു 7 കൊല്ലം ദൃശ്യങ്ങളുടെ കൂടെ ഫ്രാൻസിസ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങളുടെ മാസിക തുടങ്ങി ഒരു 2-3 ലക്കം മാത്രം ഇറങ്ങിയിട്ടു. ആ കാലം മുതലേ ഫ്രാൻസിസുമായിട്ട് എനിക്ക് അടുത്ത ബന്ധമുണ്ട്. പിന്നെ ബൈബിൾ തുറക്കുമ്പോൾ ദിവസവും വൈകുന്നേരം അവിടെ എത്തും. അതൊരു ആ ബന്ധത്തിൻ്റെ തുടർച്ചയാണ്. ഇപ്പോൾ ഫ്രാൻസിസിൻ്റെ ഈ നേതൃത്വത്തിൽ അദ്ദേഹം മുൻകൈ എടുത്തിട്ടൊരു പുസ്തകം ഇറങ്ങിയിരിക്കുകയാണ്. ആ പുസ്തകക്കടയുടെ അതേ പേരിലാണ് ബൈബിൾ ബുക്സ്. ഈ ബൈബിൾ ബുക്സ് ഇതുപോലെ എണ്ണത്തിൽ കുറവാണെങ്കിൽ ഗുണത്തിൽ അല്ല, നിലവാരമുള്ള കുറച്ച് പുസ്തകം ഇറങ്ങിയ സാധ്യത ഉപയോഗിക്കുക അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. നല്ല പുസ്തകങ്ങൾ ഇറക്കുവാനായിട്ട് ഫ്രാൻസിസിന് സാധിക്കട്ടെ. അതിന് ഇവിടെ ഉള്ള എല്ലാവരുടെയും പോലെ തന്നെ എൻ്റെയും പിന്തുണ ഫ്രാൻസിസിനുണ്ടാകും. അപ്പോൾ അടുത്ത പുസ്തകം അധികം വൈകാതെ ഈ കൊറോണ കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അതിനൊരു പുസ്തകം വരുമെന്നുള്ള പ്രതീക്ഷയിൽ എല്ലാ ആശം നിന്നുകൊണ്ട് നന്ദി. അടുത്തതായിട്ട് വിജയം. മുണ്ടശ്ശേരി മാഷിന്റെ ഓർമ്മകളുടെ ഒരു മഹാവിരുന്നാണ് ഫ്രാൻസിസ് ഇവിടെ ഒരുക്കി തന്നിരിക്കുന്നത്. ഇതൊരു വ്യക്തിയുടെ ഓർമ്മകളുടെ ഒരു വിരുന്നല്ല, സമ്പൂർണ്ണമായ ശബ്ദായമാനമായ ചലനാത്മകമായ ഒരു കാലഘട്ടത്തിൻ്റെ ഓർമ്മകളുടെ വിരുന്നാണ് ഇതെന്ന് നമുക്കൊക്കെ അറിയാം. ഈ പുസ്തകം കോവിഡിന് ഒരു വർഷം മുമ്പ് തയ്യാറായി കഴിഞ്ഞ പുസ്തകമാണ്, അച്ചടിച്ച് കഴിഞ്ഞ പുസ്തകമാണ്. സത്യം പറയുകയാണെങ്കിൽ തോമസ് ഐസക്കിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഈ പുസ്തകം. എങ്ങനെയാണ് ഫ്രാൻസിസും തോമസ് ഐസക്കും തമ്മിൽ ഇത്രയും ഗാഠമായിട്ടൊരു ബന്ധം എന്നെനിക്ക് വരെ പിടികിട്ടിയിട്ടില്ല. ഒരുപക്ഷെ തോമസ് ഐസക്കിന് പോലും എനിക്ക് പിടികിട്ടിരിക്കാൻ ഇടയില്ല. പക്ഷേ കോവിഡിന് ഒരു വർഷം മുമ്പേ തന്നെ ഈ പുസ്തകം തയ്യാറാക്കി കഴിഞ്ഞപ്പോൾ ഇതിന്റെ പ്രകാശനം സാഹിത്യ അക്കാദമിയിൽ തോമസ് ഐസക് തന്നെ നടത്തണം എന്ന് വാശിയോടുകൂടി പറഞ്ഞത് ഞാൻ ഓർക്കുകയാണ് ചെയ്യുന്നത്. എന്തായാലും കുറച്ച് വൈകിയാണെങ്കിൽ പോലും ആ ഒരു ആഗ്രഹം സത്യമായിരിക്കുകയാണ്. ഫ്രാൻസിസ് നിങ്ങൾക്ക് എല്ലാവർക്കും സുഹൃത്താണ് എങ്കിൽ എനിക്ക് സഹോദരനാണ്. എൻ്റെ ഇളയമ്മയുടെ മകനാണ് ഫ്രാൻസിസ്. അതുകൊണ്ട് തന്നെ ആ ഒരു ബന്ധത്തിൻ്റെ ബാല്യകാലത്തിലേക്ക് വരെ നീണ്ടുപോകുന്ന ബന്ധത്തിൻ്റെ ഓർമ്മകൾ എനിക്ക് തീർച്ചയായിട്ടും ഫ്രാൻസിസുമായി ചേർത്ത് പറയാനുണ്ട്. ഈ ഒരു സംഭാഷണത്തിൽ മുണ്ടശ്ശേരി മാഷെക്കുറിച്ച് അധികമൊന്നും പറയേണ്ട കാര്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. നമുക്കറിയാവുന്നതുപോലെ ഒരു കാലഘട്ടത്തെ മുഴുവൻ ചലിപ്പിക്കുകയും അതിനെ ആ തരത്തിൽ സ്വാധീനിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ്, മുഴക്കമുള്ള വ്യക്തിത്വമാണ്. ഒരു കാലഘട്ടത്തിൻ്റെ മുഴുവനും മുഴക്കം നമുക്ക് ജോസഫ് മുണ്ടശ്ശേരി മാഷിൽ കാണാനായിട്ട് സാധിക്കും.
അത് ചങ്കൂറ്റത്തിന്റെയും തന്റേടത്തിന്റെയും സ്വാതന്ത്ര്യബോധത്തിന്റെയും മതനിരപേക്ഷതയുടെയും ഒക്കെയായിട്ടുള്ള ജനകീയ വിദ്യാഭ്യാസത്തിന്റെയും അങ്ങനെ അനേക തലങ്ങളിൽ നമുക്ക് മുണ്ടശ്ശേരി മാഷെ കണ്ടുമുട്ടാനായിട്ട് സാധിക്കും. അദ്ദേഹത്തിന്റെ സാഹിത്യ സംഭാവനകളെ കുറിച്ച് പ്രത്യേകം പറയേണ്ട ഒരു ആവശ്യമില്ല. ഇവിടെ അത് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അതൊരു പ്രഭാഷണ വേദി, ഒരു ഗോപുരം പോലെ അദ്ദേഹം ഒരു ഉയർന്നു നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഒരു ആശയം അദ്ദേഹത്തിന്റെ ഉള്ളിൽ നാമ്പിട്ട് കഴിഞ്ഞാൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ അദ്ദേഹം സംഭാഷണം നടത്തും, പ്രഭാഷണ വേദികൾ ഒരുക്കും. അത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകതയാണ്. അത് കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആ പ്രഭാഷണത്തിന്റെ അത് എത്തിച്ചേരുന്നതോടുകൂടിയിട്ട് അത്രയും ശക്തമായി, അത്രയും ഗാഠമായി ആ ഒരു ആശയം, ആ ഒരു പ്രമേയം ചെന്ന് ചേരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. പ്രഭാഷണ വേദിയിലുള്ള അതിന്റെ ഉജ്ജ്വലമായിട്ടുള്ള പ്രകടനങ്ങൾ സാഹിത്യത്തിന്റെ ശബ്ദാവതാരം എന്ന് തന്നെ നമുക്ക് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. അത്തരത്തിലുള്ള ജോസഫ് മുണ്ടശ്ശേരിയുടെ ഒരു ആ കുടുംബത്തിൽ തന്നെ എന്ന് വെച്ചാൽ ഫ്രാൻസിസിന്റെ പിതാവിന്റെ അപ്പനും ജോസഫ് മുണ്ടശ്ശേരിയുടെ അപ്പനും സഹോദരന്മാരാണ്. ആ തരത്തിലുള്ള അത്രയും അടുപ്പം അവർ തമ്മിലുണ്ട്. ഞാൻ ആലോചിക്കുകയായിരുന്നു, മുണ്ടശ്ശേരി മാഷുമായിട്ട് ഫ്രാൻസിസ് മുണ്ടശ്ശേരിക്ക് എന്താണ് ഒരു ബന്ധം എന്നുള്ളത്. തീർച്ചയായിട്ടും മുണ്ടശ്ശേരി മാഷിൽ നിന്ന് ഘടകവിരുദ്ധം എന്ന് മുഴുവൻ പറയാൻ പറ്റില്ലെങ്കിലും അങ്ങനെയുള്ള ഒരു പ്രത്യേകതയാണ്, വ്യത്യസ്തതയാണ് എനിക്ക് ഫ്രാൻസിസ് മുണ്ടശ്ശേരിയിൽ കാണാനായിട്ട് കഴിഞ്ഞിട്ടുള്ളത്. അതിനകത്ത് അദ്ദേഹത്തിന്റെ ജീവിതത്തിനകത്ത് വളരെ ഒരു മിനിമലിസം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ. മിനിമലിസം ഏറ്റവും ചെറുതായി, ഏറ്റവും ലളിതമായി, ഏറ്റവും നേർമയോട് കൂടിയിട്ട് എങ്ങനെയാണ് ജീവിക്കാൻ സാധിക്കുക. ആർപ്പാടങ്ങളും ശബ്ദകോലാഹലങ്ങളും ഒഴിവാക്കിക്കൊണ്ട് അദ്ദേഹം ഫ്രാൻസിസ് നടക്കുമ്പോൾ, ഇപ്പോൾ നടക്കുന്നത് മാത്രമല്ല എപ്പോഴും നടക്കുമ്പോൾ അത്രയും പതുക്കെ സാവധാനത്തിൽ അടിവച്ചടിവച്ചാണ് അത് നടക്കാറുള്ളത്. അദ്ദേഹത്തിനൊരു ശബ്ദം ഒന്ന് കേൾക്കണമെങ്കിൽ നമ്മൾ വളരെയേറെ കാതോർക്കേണ്ടി വരും. നേർത്ത ശബ്ദത്തിലാണ് അദ്ദേഹം സംസാരിക്കുക. അദ്ദേഹം എല്ലാ പെരുമാറ്റങ്ങളിലും ശരീരഭാഷയിലും ഒക്കെ തന്നെ ഈ മിനിമലിസത്തിൻ്റെതായിട്ടുള്ള പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുണ്ട്. എന്നാൽ മുണ്ടശ്ശേരി മാഷിന്റെ സ്ഥിതി അതല്ല. അദ്ദേഹം എത്രത്തോളം വീർപ്പിക്കാമോ, എത്രത്തോളം ഊതി വീർപ്പിക്കാമോ, എത്രത്തോളം ശബ്ദ കരുഷമായ രീതിയിൽ വിവാദങ്ങളിൽ പങ്കെടുക്കാമോ അതിലാണ് അദ്ദേഹം നിലകൊള്ളുന്നത് കാണാൻ സാധിക്കും. അതിൽ നിന്ന് വളരെ സൂക്ഷ്മമായ നേർമയുള്ള മറ്റൊരു വ്യക്തിത്വമാണ് നമുക്ക് ഫ്രാൻസിസിൽ കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുള്ളത്. എനിക്ക് തോന്നുന്നുണ്ട് ഇവിടെ ഇരിക്കുന്നവർ മിക്കവാറും തന്നെ 50 വയസ്സിനടുത്തിട്ടുള്ളവരാണ്. 50 നേരെ പോയവരാണ് മിക്കവാറും എല്ലാവരും തന്നെ ഇത് കാണാൻ സാധിക്കും. നമ്മുടെ ഒരു ജീവിതയാത്രയിൽ ഒരു പുഴയുടെ തീരത്തുകൂടി നമ്മൾ സഞ്ചരിക്കുന്നു. എല്ലാവരും പുഴയുടെ തീരത്തുകൂടി സഞ്ചരിക്കുന്നു. ആ പുഴയുടെ തീരത്തുകൂടി സഞ്ചരിക്കുന്ന സമയത്ത് ആദ്യഘട്ടത്തിൽ നമ്മൾ പുഴയുടെ ഒഴുക്കിനേക്കാൾ വേഗത്തിലാണ് സഞ്ചരിക്കുക. പുഴയുടെ ഒഴുക്കിനേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കും. കുറച്ച് കഴിയുമ്പോൾ പുഴയുടെ ഒപ്പം സഞ്ചരിക്കും, പുഴയുടെ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കും. കുറച്ചുകൂടി കഴിയുമ്പോൾ ജീവിതത്തിന്റെ മധ്യാഹ്നത്തിലെത്തുമ്പോൾ നമ്മൾ പുഴയുടെ ഒഴുക്കിനേക്കാൾ സാവധാനത്തിലാണ് നടക്കുക. പുഴ വേഗം ഒഴുകി പോകും, നമ്മൾ സാവധാനത്തിൽ നടക്കും. ഇതാണ് ജീവിത നദിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. അൺനോവൽ മാൻ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത്, അജ്ഞാത മനുഷ്യൻ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ജീവിതത്തിന്റെ ഈ സഞ്ചാരത്തെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മൾ തന്നെ ആലോചിക്കുക, നമ്മുടെ യൗവനകാലത്ത് പുഴയേക്കാളും ഒഴുക്കിൽ അതിനേക്കാൾ ആവേശത്തിലാണ് നമ്മൾ നടക്കുന്നത്. ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ നോക്കിയാൽ അറിയാൻ പറ്റും. അത്രയേറെ ഒഴുക്കുകളാണ്, അത്രയേറെ പ്രവർത്തനങ്ങളുടെ ഒരു ഊർജ്ജസ്വലതയോട് കൂടിയിട്ടാണ് അത് ആരംഭിക്കുന്നത്. പുഴയുടെ ഒഴുക്കിനേക്കാൾ വേഗത്തിലാണ് ഫ്രാൻസിസ് സഞ്ചരിച്ചിരുന്നത്. അത് കാരമുക്കിൽ അദ്ദേഹത്തിന്റെ ഗ്രാമത്തിലെ ഒരു വായനശാല ഉണ്ടാക്കുന്നതും അവിടെയുള്ള കൂട്ടുകാരുമായിട്ട് അദ്ദേഹം അവരെയൊക്കെ ചേർത്ത് പിടിച്ചുകൊണ്ട് അതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകുന്നത് കേവലം ഒരു പുസ്തകത്തിലേക്ക് അപ്പുറം ഒരു ഗ്രന്ഥശാല എങ്ങനെയാണ് ഒരു ഗ്രാമത്തിന്റെ പ്രബുദ്ധതയുടെ പ്രകാശ ഗോപുരമായി മാറുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഫ്രാൻസിസിന്റെ പെരുമാറ്റത്തിലൂടെയാണ്. ഇവിടെ ഇരിക്കുന്ന പലരും, ഇവിടെ ബാലകൃഷ്ണനുണ്ട്, വിശ്വനാഥനുണ്ട്, അദ്ദേഹം ഒരുപാട് പേരുണ്ട്. കാരമുക്കുമായി ബന്ധപ്പെട്ട, മണലൂരുമായി ബന്ധപ്പെട്ടുള്ള അവരെയൊക്കെ തന്നെ കരുപിടിപ്പിച്ചത്, അവർക്ക് ആവേശം കൊടുത്തത്, അവർക്ക് ഉത്തേജനം പറഞ്ഞിട്ടുള്ളത് ഫ്രാൻസിസിന്റെ വ്യക്തിത്വമാണെന്നാണ് പറയുക. കാരണം അതിരാവിലെ തന്നെ കാരമുക്ക് വായനശാലയിൽ വന്ന് അതിന്റെ പ്രവർത്തനങ്ങളെ മുഴുവൻ ഏകോപിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. കാര്യങ്ങൾക്ക് ഒരു വ്യക്തത കൊടുക്കാനായിട്ട് അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. അതിനുശേഷം അദ്ദേഹം ഒരു ഫിലിം സൊസൈറ്റി ഉണ്ടാക്കുന്നു, പ്രേരണ എന്ന് പറയുന്ന ഒരു ഫിലിം സൊസൈറ്റി. ആ ഫിലിം സൊസൈറ്റിയിൽ പ്രദർശിപ്പിച്ച സിനിമകൾ കാണുവാനായിട്ട് എത്രയോ പ്രാവശ്യമാണ് മണലൂരും കാരമുക്കിലും ഒക്കെ ഞങ്ങളൊക്കെ പോയതെന്ന് എനിക്കറിയാം. അങ്ങനെ പ്രേരണ ഫിലിം സൊസൈറ്റി, അതിനോടൊപ്പം തന്നെ ഒരു നാടക സംഘം, അതിന്റെ പേര് ക്ലോറസ് എന്ന് പറയുന്ന ഒരു നാടക സംഘമാണ്. അതിന്റെയും പ്രവർത്തനത്തിൽ അദ്ദേഹം ഊർജ്ജസ്വലമായിരുന്നു. ആ ഗ്രാമത്തിന്റെ പാരിസ്ഥിതികമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ ഇടപെട്ടിട്ടുള്ള ഒരാൾ കൂടിയാണ് ഫ്രാൻസിസ് ആ കാലഘട്ടത്തിൽ നിന്ന് ഞങ്ങൾക്കൊക്കെ ഓർത്തെടുക്കാനായിട്ട് സാധിക്കും. കണസാങ്കടവിന്റെ മാർക്കറ്റിലെ അറവുശാലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മാലിന്യ പ്രശ്നം വന്നപ്പോൾ അതിനൊരു സമരമായിട്ട് വികസിപ്പിച്ചെടുത്തത് ഫ്രാൻസിസ് ആണ്. ഞാനത് പറയുന്നതിന് കാരണം പുഴയുടെ ഒഴുക്കിനേക്കാൾ വേഗത്തിൽ ഒരു കാലഘട്ടത്തിൽ സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് ഫ്രാൻസിസ്. അതിനുശേഷം അദ്ദേഹം കറണ്ട് ബോക്സിലേക്ക് വരുന്നു.
കറണ്ട് ബുക്സിലെ ദീർഘകാലം അദ്ദേഹം പുസ്തകങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ജീവിച്ചു. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം പുസ്തകത്തിന്റെ ശ്വാസം ഏറ്റില്ലായെങ്കിൽ, പുസ്തകത്തിന്റെ പരിമളങ്ങൾ ഏറ്റില്ലായെങ്കിൽ ഫ്രാൻസിസ് പെട്ടെന്ന് വാടിപ്പോകും. അത്രമാത്രം പുസ്തകവുമായിട്ടുള്ള അത്രയേറെ അടുപ്പം അദ്ദേഹം പുലർത്തിയിട്ടുള്ളതായിട്ട് കാണാൻ സാധിക്കും. കറണ്ട് ബുക്സിലായാലും പിന്നെ അതിൽ നിന്ന് തിരിഞ്ഞ് ബൈബിൾ ഉണ്ടാക്കുമ്പോഴും പുസ്തകങ്ങളെയും കൂട്ടുകാരെയുമാണ് അദ്ദേഹം ഇങ്ങനെ വിശ്വസിച്ച് മുന്നോട്ട് കൊണ്ടുപോയതെന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി ജീവിതത്തെക്കുറിച്ച് ഇവിടെ പറയുകയുണ്ടായി. ഗവൺമെന്റ് കോളേജിലെ അദ്ദേഹത്തിന്റെ വിദ്യാർത്ഥി പ്രവർത്തനങ്ങൾ അവർ പ്രസിദ്ധീകരിച്ച അന്നത്തെ മാഗസിൻ ഇവിടെ ശങ്കുദാസ് അത് സൂചിപ്പിച്ചു. 1974 ഓർമ്മ. ആ മാസികയിലെ ഒരു കവിത എഴുതുവാനായിട്ട് എനിക്കത് സാധിച്ചു. അങ്ങനെ ഫ്രാൻസുമായിട്ടുള്ള അത്തരത്തിലൊരു ബന്ധമുണ്ട്. എന്റെ ആദ്യത്തെ കവിതാ സമാഹാരം പ്രസിദ്ധീകരിച്ചത് ഫ്രാൻസിസ് ആണ്. അത് 1995 തച്ചനറിയാത്ത മരം എന്ന് പറയുന്ന ആ പുസ്തകത്തിനെ മുഴുവൻ രൂപപ്പെടുത്തിയത്, അതിന് രൂപകൽപ്പന ചെയ്തത്, പ്രൂഫ് റീഡിംഗ് മുതൽ നടത്തിയിട്ടുള്ളത് ഫ്രാൻസിസ് ആയിരുന്നു. ആ കാലം എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയാത്തൊരു കാര്യം. കാരണം അന്നൊരു പുസ്തകം പറയാനെന്ന് പറയുന്നത് ഇതുപോലെ ഒരു അന്നത്തെ വളരെ പരിമിതമായിട്ടുള്ള അച്ചടി സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് അന്നത്തെ പുസ്തകങ്ങൾ ഇറങ്ങിക്കൊണ്ടിരുന്നത്. അതിന്റെ ഓരോ അക്ഷരത്തെയും പെറുക്കിക്കൊണ്ട് വേണം ഒരു പുസ്തകം ഉണ്ടാകുവാനായിട്ട്. ആ പുസ്തകം കറണ്ട് ബുക്സിലായിരുന്ന സമയത്തൊക്കെ ഫ്രാൻസിസ് ഒരുപാട് പേരുടെ പുതിയ എഴുത്തുകാരുടെ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാനായിട്ടുള്ള വലിയ താല്പര്യങ്ങൾ കാണിച്ചു. ഇവിടെ എന്റെ ഏറ്റവും മുമ്പിലിരിക്കുന്ന വിനയലാലാണ് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വിനയലാൽ ആ സമയത്ത് ഒരു കുടുസ് മുറിയിൽ തന്റെ ചിത്രകല ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നു. ഇന്ന് അദ്ദേഹം വിശാലമായ രീതിയിൽ വലിയ രീതിയിൽ അദ്ദേഹത്തിന്റെ ഡിസൈനിങ് സെന്റർ മാറിക്കഴിഞ്ഞു, പ്രിയ എന്നുള്ള പേര്. പക്ഷെ അത് കൃത്യമായിട്ട് വിനയലാലിനെ തൊട്ടറിഞ്ഞുകൊണ്ട് കറണ്ട് ബുക്സിന്റെ പുസ്തകങ്ങൾക്ക് രൂപകൽപ്പന ചെയ്യുവാനായിട്ടുള്ള പ്രചോദനം പകർന്നത്, അതിന് ആവേശം പകർന്നത് ഫ്രാൻസിസ് ആണ്. ഇത് വിനയലാലിന്റെ കാര്യത്തിൽ മാത്രമല്ല, ഒരുപാട് എഴുത്തുകാരെയും ഒരുപാട് കലാകാരന്മാരെയും മാത്രത്തിൽ വളർത്തിയെടുക്കുവാനായിട്ട് ഫ്രാൻസിസിന് സാധിച്ചിട്ടുണ്ട്. അത് വളരെ വലിയൊരു കാര്യമാണ്. അങ്ങനെ പുഴയേക്കാളും വേഗത്തിൽ, പുഴയുടെ ഒഴുക്കിനേക്കാൾ വേഗത്തിൽ ആദ്യം സഞ്ചരിക്കുകയും പിന്നെ നെല്ല് പുഴയോടൊപ്പം സഞ്ചരിക്കുകയും പുഴയുടെ ഒഴുക്കിനൊപ്പം സഞ്ചരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. പരിവർത്തനമാണ്. നമ്മളെല്ലാവരും അതുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓരോ പ്രായങ്ങളിലും നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ വലിയ ഒഴുക്കിൽ സഞ്ചരിക്കും, നമ്മൾ കൊടുങ്കാറ്റിൽ നേരിട്ടുകൊണ്ട് ചിലപ്പോൾ സഞ്ചരിച്ചു വരും, പിന്നെ മെല്ലെ അത് കുറഞ്ഞുകൊണ്ടിരിക്കും. അതിന് പല കാരണങ്ങളുണ്ടായിരിക്കാം. ഫ്രാൻസിസിന്റെ ജീവിതം സത്യത്തിൽ ഒരു പഠിക്കപ്പെടേണ്ട ഒരു കാര്യം അതിനകത്തുണ്ട്. എങ്ങനെയാണ് ഓരോ വേഗങ്ങളിൽ നമ്മുടെ സാംസ്കാരിക ജീവിതത്തിൽ അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ അദ്ദേഹം വളരെ ശക്തമായിട്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ കൂടെ നിൽക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ആ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുള്ള ജീർണതകൾ, അതിനകത്ത് സംഭവിച്ചുള്ള അഴുകിയ ചെയ്യലുകൾ, അത് ബാഹ്യാന്വേഷണങ്ങൾ അതിനകത്തേക്ക് കൂടുതൽ കടന്നു വരാൻ, ഇതൊക്കെ തന്നെയും അദ്ദേഹത്തെ വേദനിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് സത്യം. നമ്മളതിനെ മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഒരു മനുഷ്യൻ വളരെ സർഗാത്മകമായിട്ട് ജീവിച്ചുകൊണ്ട് പോകുമ്പോൾ വളരെ എന്താ പറയുക ജൈവികമായിട്ട് ജീവിക്കാൻ ശ്രമിക്കുമ്പോഴൊക്കെ തന്നെയും ആ പരിസരങ്ങളെ, ഫ്രാൻസിസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത പരിസരങ്ങളെ സർഗാത്മകമാക്കുന്നു എന്നുള്ളതാണ്. പരിസരങ്ങളെ എങ്ങനെയാണ് സർഗാത്മകമാക്കുക, അത് അദ്ദേഹത്തിന് കൃത്യമായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ചുറ്റുപാടുകളെ അദ്ദേഹം ഇങ്ങനെ ക്രിയേറ്റീവ് ആക്കിക്കൊണ്ടിരിക്കും. ഇത്തരത്തിലുള്ള ഒരു അന്തരീക്ഷത്തിൽ തന്നെ ഇത്തരത്തിലുള്ള കുടുക്കുതികൾ സംഭവിക്കുമ്പോൾ മെല്ലെ അദ്ദേഹം പിന്മാറാനായിട്ട് തുടങ്ങിയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇത് വെറും ശാരീരികമായിട്ടുള്ള ഒരു അനാരോഗ്യത്തിന്റെ പ്രശ്നം മാത്രമായിട്ട് നമുക്കിതിനെ കണക്കാക്കാൻ സാധിക്കില്ല. അങ്ങനെ പുഴയുടെ ഒഴുക്കിനൊപ്പം സഞ്ചരിച്ചു. ഇപ്പോൾ പുഴയാണ് വേഗത്തിൽ പോകുന്നത്. അല്പം സാവധാനത്തിലാണ് ഇപ്പോൾ ഫ്രാൻസിസ് നടക്കുന്നത്. ഇത് നമ്മൾ സംഭവിക്കുന്നതാണ്. ഒരു മനുഷ്യന്റെ ജീവിത സായാഹ്നത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ഒരിക്കലും ഒഴുക്കിനെയും ഭേദിച്ചുകൊണ്ട് നടക്കാൻ സാധിക്കില്ല. ഒഴുക്കിനൊപ്പവും ചിലപ്പോൾ നടക്കാൻ പറ്റണമെന്നില്ല. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പുഴയുടെ തീരത്തുകൂടെ നടന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. പുഴയുടെ തീരത്തുകൂടെ നടന്നു, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. പുഴയുടെ തണുപ്പേറ്റ്, പുഴയുടെ നനവേറ്റ്, അതിന്റെ ശുദ്ധീകരണത്തിൽ ഏർപ്പെട്ട് നടക്കാൻ കഴിഞ്ഞു എന്നുള്ള വളരെ വലിയ ഒരു പ്രതിബദ്ധത ഫ്രാൻസിസിന്റെ ജീവിതത്തിൽ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. അങ്ങനെ മുണ്ടശ്ശേരി മാഷിന്റെ ഒരു ജീവിത കഥ അനേകം പേരുടെ ഓർമ്മകളിലൂടെ വിരുന്നായിട്ട് ഒരുക്കിയെടുക്കുകയും സ്വന്തം ജീവിതത്തിൽ മറ്റൊരു രീതിയിൽ വളരെ ചലനാത്മകവും സൂക്ഷ്മവുമായിട്ട് തന്റെ ആന്തരിക ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യാനായിട്ട് എന്റെ പ്രിയ സഹോദരന് സാധിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് എല്ലാ വിധത്തിലുള്ള ആശംസകളും നേരുന്നു. നമസ്കാരം. പ്രിയപ്പെട്ടവരെ, ഫ്രാൻസിസിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഏതാനും വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു സായാഹ്നമാണ്. അന്ന് ഫ്രാൻസേട്ടൻ
ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിൽ നിന്നും, ജോലി ചെയ്തിരുന്നെന്ന് പറഞ്ഞ പോരാ, ജീവിച്ചിരുന്ന സ്ഥാപനത്തിൽ നിന്നും ഒരു ദിവസം പുറത്താക്കപ്പെടുകയാണ്. അന്ന് ഞങ്ങള് തൃശ്ശൂരിലെ കുറച്ച് എഴുത്തുകാരും മറ്റ് ഫ്രണ്ട്സിന്റെ കൂട്ടുകാരുടെ കൂടെ അന്നൊരു യോഗം കൂടുകയുണ്ടായി. ആ യോഗത്തിൽ വെച്ച് KGS മാസ്റ്റർ ഒരു പ്രസംഗം നടത്തുന്നുണ്ടായി. ആ പ്രസംഗത്തില് ഫ്രണ്ട്സിന്റെ ഒരു ചിത്രം വരച്ച് കാണിക്കുകയുണ്ടായി. നഗരത്തിലെ വർക്കുകളെല്ലാം പൊലിഞ്ഞു കഴിയുമ്പോൾ കറണ്ട് ബുക്സിന്റെ അന്നത്തെ പലക അടിച്ച ആ റൂമില് വെളിച്ചം കാണാം. അതിലൂടെ നോക്കുമ്പോൾ പുസ്തകത്തിന്റെ ഇടയിൽ ഫ്രണ്ട്സൺ ആ പുസ്തകശാലയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ അങ്ങനെ ജീവിച്ച ഒരു പുസ്തകശാലയിൽ നിന്നാണ് ഒരു ദിവസം പുറത്തേക്ക് എടുത്തെറിയപ്പെടുന്നത്. ഇത് ആലോചിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പൊ നമ്മള് സാധാരണയായിട്ട് ഇങ്ങനെ ഒരു പുസ്തകം അല്ലെങ്കിൽ സാംസ്കാരിക ജീവിതം എന്ന് പറയുമ്പോൾ അതിന് കുറെ എഴുത്തുകാരുടെ പേര് പറയും, എഡിറ്റർമാരുടെ പേര് പറയും, കൂടി വന്ന പ്രസാധകരുടെ പേര് പറയും. ഇതിന്റെ അപ്പുറത്തൊരു വലിയ ഘടകം ഈ നമ്മളെ ഈ സംസ്കാരവുമായി ബന്ധപ്പെടുത്തുന്നതിൽ പങ്കുവയ്ക്കുന്നുണ്ട്. അവര് ഈ പറയുന്ന പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാളാണ്, പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരാൾ. അദ്ദേഹമാണ് നമ്മളെ ഈ പറയുന്ന പുസ്തകങ്ങളിലേക്ക് പലപ്പോഴും വിളിക്കുക. ഇത് ഇന്ത്യയിലെ എല്ലാ നഗരങ്ങളിലെയും ചെറുപട്ടണങ്ങളിലെയും അനുഭവമാണ്. ഇപ്പൊ ബാംഗ്ലൂരൊക്കെ പോവുകയാണെങ്കിൽ നമ്മള് ഈ സെക്കൻഡ് ബുക്സ് വിൽക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്, ഈ ബ്രിഗേഡ് റോഡിലും ചർച്ച് റോഡിലൊക്കെ. അവിടെ ആ പുസ്തകശാലയിൽ ഒരിക്കൽ പോയി കഴിഞ്ഞാല് നമ്മൾ പിന്നിൽ പോവും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ പുസ്തകങ്ങളെ സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. നമ്മളോട് പുസ്തകങ്ങളിലേക്ക് നയിക്കുക, അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും പുസ്തകം ആവശ്യപ്പെട്ടാലും നമ്മൾ പോന്നാലും പിന്നാലെ കാർഡ് എഴുതുക, ഇന്ന പുസ്തകം വന്നിട്ടുണ്ട്. ആ തരത്തില് ഈ പുസ്തകം എന്ന് പറയുന്ന ഒരു ആശയവുമായി മനുഷ്യരെ ബന്ധപ്പെടുത്തുന്ന ഒരു സജീവ ഘടകം വലിയ വ്യാപകമായിട്ട് കേരളത്തിലും മറ്റിടത്തൊക്കെ പ്രവർത്തിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സംസ്കാരം എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ട് വരുന്നത്. തൃശ്ശൂരിൽ അത് അനുസരിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ആള് ഫ്രാൻസായിരുന്നു. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ പുസ്തകശാലയിൽ പുറത്താവുന്നു, അതിന് ആനുകൂല്യങ്ങൾ കിട്ടാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പ്രയത്നിച്ചിട്ടാണ് ആനുകൂല്യങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുന്നത്. ഇതിനുശേഷം മറ്റൊരു ജീവിതത്തെ കുറിച്ച് ആലോചിക്കാൻ ഫ്രാൻസാറിന്റെ കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്ന ഒരു പുസ്തകക്കട വീണ്ടും തുറക്കുന്നത്. അപ്പൊ കറണ്ട് മൂല എന്ന് പറയുന്ന തൃശ്ശൂരിന്റെ ഒരു ശ്വാസകോശം, സാംസ്കാരിക ശ്വാസകോശം ഉണ്ടാകുന്നതിൽ ആ മൂല ഇത് ആൾക്കാർ കൂടുതൽ ഒരുപാട് ആശയങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന അങ്ങനെ ഒരു സംസ്കാരം